നമസ്കാരം. എല്ലാ മലയാളികൾക്കും മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. അലിഫ് 25-ൻ്റെ ആദ്യത്തെ ദിവസത്തെ 4ാമത്തെ സെഷനിലേക്ക്. ഇപ്പോൾ ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും തന്നെ ഓരോ ദിവസവും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. 3 നേരം 4 വീതം എന്ന രീതിയിൽ പല സമ്മർദ്ദങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതിൽ പ്രൊഫഷണൽ ലൈഫിലെ പ്രശ്നങ്ങളുണ്ടാവും, വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടാവും. ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ചെറിയ ഇടവേള എടുത്ത് നമ്മുടെ ഇഷ്ട നായകൻ്റെ സിനിമ റിലീസാവുമ്പോൾ, ഇഷ്ട നായികയുടെ സിനിമ റിലീസാവുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംവിധായകൻ്റെ സിനിമ റിലീസാവുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ബ്രേക്കൊക്കെ എടുത്ത് അടുത്തുള്ള സിനിമാ കൊട്ടകയിലേക്ക് പോകുന്നു. ഒറ്റയ്ക്ക് പോവാം, ഫാമിലിയോടൊപ്പം പോവാം, സുഹൃത്തുമൊത്ത് പോവാം, സുഹൃത്തുക്കളോടൊപ്പം പോവാം. അങ്ങനെ അടുത്ത സിനിമാ കൊട്ടകയിലെത്തി തിരശീലയിൽ ഓരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ ആ കഥാപാത്രങ്ങൾക്കൊപ്പം നമ്മളും ജീവിക്കും. കഥാപാത്രങ്ങളുടെ വിചാരങ്ങൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കും. അപ്പോൾ നമ്മൾ മറക്കുകയാണ്, നമ്മളെ തന്നെ പലപ്പോഴും മറക്കുകയാണ്, നമ്മുടെ പ്രശ്നങ്ങളെ മറക്കുകയാണ്. 2.5-3 മണിക്കൂർ സമയം നമ്മൾ ആ ഒരു നായകൻ്റെ ജീവിതമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ നായികയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നായകൻ്റെ സന്തോഷങ്ങളിൽ നമ്മൾ കൂടെ നിൽക്കും, നായകൻ്റെ കണ്ണീരിൽ നമ്മളും കണ്ണീര് പൊഴിക്കും. അങ്ങനെ ആ ഒരു സിനിമയിൽ ശരിക്കും നായകനും നായികയൊക്കെ നമ്മൾ ഓരോരുത്തരുമായിരിക്കും. അത് കഴിഞ്ഞ് ആ സിനിമയെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി സിനിമാ കൊട്ടകയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇനി അടുത്ത സിനിമ ഏതാണ് വരാൻ പോകുന്നത് എന്ന്, അതിലുള്ള പോസ്റ്റർ തിയേറ്ററിലുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്, അവിടെ പരതാറുണ്ട് അല്ലേ. അതാണ് സിനിമ എന്ന മാജിക് സിനിമ നമുക്ക് തരുന്ന അനുഭവം, ഫീൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ഈ ഒരു സെഷനിലേക്ക് ഞാൻ RJ സുനിൽ. വളരെ പ്രഗത്ഭരായിട്ടുള്ള മലയാള സിനിമയെക്കുറിച്ച് അതിഗംഭീരമായിട്ട് സംസാരിക്കുന്ന 3 പേരാണ്, 3 പ്രഗത്ഭ വ്യക്തികളാണ് ഇന്ന് നമ്മുടെ ഈ ഒരു അലിഫ് 25-ൻ്റെ വേദിയിൽ 4ാമത്തെ സെഷനിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ഇൻട്രോയുടെ ആവശ്യമൊന്നുമില്ല, നേരത്തെ ഒരു വലിയൊരു ഇൻട്രോ പറഞ്ഞു, എങ്കിലും ഞാൻ 3 പേരെയും സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ വിജയ് ബാബു, നടനും അതുപോലെ തന്നെ പ്രൊഡ്യൂസറുമാണ്. പിന്നെ ഈ അടുത്തിറങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല ചിത്രങ്ങളുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള വിപിൻ ദാസ്, അതുപോലെ തന്നെ അഭിലാഷ് പിള്ള. അദ്ദേഹം നടനാണ്, തിരക്കഥാകൃത്താണ്. 3 പേരെയും സ്വാഗതം ചെയ്യുന്നു. 3 പേരും ഒപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്, 3 പേരോടുള്ള ക്വസ്റ്റ്യനാണ്. സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു ലോകമാണ് ഇത്. സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്കിനിപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഇല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നത് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു ഫീലാണ് ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ സിനിമകളിൽ വന്നിട്ട് സിനിമ റിലീസാവുന്ന സമയത്ത് നമുക്കറിയാം പ്രമോഷൻസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയാണ്. അപ്പോൾ ഈ ഒരു കാലത്ത്, സോഷ്യൽ മീഡിയ വാഴുന്ന ഈ ഒരു കാലത്ത് സിനിമകളുടെ പ്രൊമോഷൻസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നത് സിനിമയുടെ പ്രൊമോഷനെ പറ്റി ഏറ്റവും നന്നായി സംസാരിക്കാൻ പറ്റുന്നത് പ്രൊഡ്യൂസർമാർക്കായിരിക്കും. ഇവർ 2 പേരാണ് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആൾ, ഞാൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം എൻ്റെ സിനിമ ഇപ്പം റീസെൻ്റ്ലി റിലീസായിരുന്നു, സുമതിയുള്ളതെന്നൊരു സിനിമ. പ്രൊമോഷൻ എന്താണെന്നും സോഷ്യൽ മീഡിയ എന്താണെന്നും ശരിക്കും എൻ്റെ കഴിഞ്ഞ സിനിമാ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞ സിനിമയാണ് സുമതിയുള്ളത്. അപ്പം ഇതിൻ്റെ പോസിറ്റീവ് വശം എന്താണെന്നും ഇതിൻ്റെ നെഗറ്റീവ് വശമാണെന്നും ഇതിൻ്റെ ഡേഞ്ചർ വശം എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലായിരുന്നു. തീർച്ചയായിട്ടും സുനിലിപ്പോൾ പറഞ്ഞതിൽ ഒരു കാര്യം, സോഷ്യൽ മീഡിയ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാൾ വ്യക്തിയെ പരിചയപ്പെടാനാണ് ഞാനും കാത്തിരിക്കുന്നത്. ഒരു ഇൻസ്റ്റ അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഇല്ലാത്ത ഒരാളെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത്. എൻ്റെ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇൻസ്റ്റ ഫേസ്ബുക്കും ഒന്നുമില്ല. പക്ഷെ അവർ പോലും ഇന്ന് എൻ്റെ മക്കളോട് പുതിയ അപ്ഡേറ്റ്സൊക്കെ അവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്നത് ഞാൻ കാണും, അവർക്ക് അക്കൗണ്ട് ഇല്ലെന്നേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും സിനിമ മുന്നോട്ട് പോകുമ്പോഴോറും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സിനിമയുടെ പാർട്ട് ഓഫ് സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയെ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുന്നുണ്ട് പലപ്പോഴും. അതിൻ്റെ എങ്ങനെയാണത് ബാധിക്കുക എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പം എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ സിനിമയുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. അത് പോസിറ്റീവ് വശത്തിലൂടെയാണ് ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. സിനിമ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ പലപ്പോഴും അത് സഹായിക്കുന്നു എന്നുള്ളത്. എൻ്റെ മറ്റൊരു വശമുണ്ട്, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ ആണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്.
പലപ്പോഴും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പല കേസുകളെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. സിനിമ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അതിനെതിരെ നടക്കുന്ന റിവ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ. അപ്പോൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയാണ് ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉടനെ തന്നെ കാണാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. Hi everyone. It's a very wide topic. When you just say social media and cinema, അതിനെ നമുക്ക് ഒരു ചെറിയ ടോപ്പിക്കായിട്ട് കാണാൻ പറ്റില്ല. അതിനകത്ത് ദർ ഇസ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം കൂടുതലും അതിൻ്റെ പോസിറ്റിവിറ്റിയെ മാത്രം എടുക്കുന്നത്. അപ്പം ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇറ്റ്സ് ഗോൺ ബി 23 years ആയി. ഞാൻ സ്റ്റാർട്ടിങ് വിത്ത് ടെലിവിഷൻ, starting with Star TV and then BBC, then I worked in a whole lot of channels, then I was a COO of Asianet, I was a vice president of Sun Network. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്താണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനുശേഷം ഞാൻ സിനിമയിൽ വരുന്ന സമയത്തും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആയി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അന്നും നമ്മൾ സിനിമകൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മുടെ മോഡറേറ്റർ പറഞ്ഞ പോലെ, പണ്ട് ഒരു സിനിമയ്ക്ക് നമ്മൾ പോകുമ്പോൾ അടുത്ത സിനിമ ഏതെന്നറിയാനായിട്ട് നമ്മൾ അവിടുത്തെ ഒരു ബോക്സിൽ പോയി നോക്കും, അല്ലെങ്കിൽ ഇൻ്റർവെല്ലിൽ അടുത്ത സിനിമയുടെ ട്രെയിലർ വരുമ്പോൾ കൈയടിക്കുന്നു. വേറൊരു മോഡ് ഓഫ് മീഡിയ അല്ലെങ്കിൽ വേറൊരു മീഡിയം ഉണ്ടായിരുന്നില്ല ആളുകൾക്ക്. സിനിമ ഏതെന്ന്, അടുത്തത് വരാൻ പോകുന്ന ഏതെന്ന് പറയുന്നത് പിന്നെ ന്യൂസ് പേപ്പറിൽ ആഡ് വരുമ്പോൾ, അല്ലേ, ന്യൂസ് പേപ്പറിൽ ആഡ് വരുമ്പം അറിയാം. അല്ലെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ ഇറങ്ങുന്ന ഒരാഴ്ച മുമ്പ് ജീപ്പിലോ കാറിലോ നോട്ടീസുകൾ വിതരണം ചെയ്യാറുണ്ട്. അത് കുറച്ച് പേർക്കെങ്കിലും ഇവിടെ അറിയാം. സോ വാട്ട് വാസ് ദ മാർക്കറ്റിംഗ് ടൂൾ? ദ മാർക്കറ്റിംഗ് ടൂൾ വാസ് ഔട്ട്ഡോർ ഹോർഡിങ്സ്. ഔട്ട്ഡോർ ഹോർഡിങ്ങുകൾ വെക്കുന്നു. അതും ഓഫ് ലേറ്റ് ആണ് ഇത്രയും ഹോർഡിങ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ നോട്ടീസ് വിതരണം, അനൗൺസ്മെൻറ്റ്സ്, അല്ലെങ്കിൽ പോസ്റ്റർ നേരത്തെ ഒട്ടിക്കുക, ഇങ്ങനെ വരുന്ന സിനിമകൾ വരുന്നു എന്നുള്ളത് പോസ്റ്റർ ഒട്ടിക്കുക. അങ്ങനെയുള്ള മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പണ്ടൊക്കെ. അത് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് എത്ര പേർക്ക് അറിയൂ എന്നറിയില്ല, പക്ഷേ സാറിന് ചിലപ്പോൾ മനസ്സിലാവും. അപ്പം നമ്മൾ പക്ഷേ ആ കമ്മ്യൂണിക്കേഷനും നമ്മളിൽ എത്തിയിരുന്നു, നമ്മൾ അങ്ങനെയുള്ള സിനിമകൾ. ഇന്ന് കാലം മാറിയപ്പോൾ the communication has become very easy. Along with that, it has become a bit dangerous as well. So, ഇന്ന് കാലം മാറുമ്പോൾ now we are ഇപ്പം ഞങ്ങളൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഒരു 10 വർഷം മുമ്പ് നമ്മളൊരു ബഡ്ജറ്റ് നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വി സേ പ്രിൻറ്റ്, റേഡിയോ, ടു an extent ഔട്ട്ഡോർ, ആൻഡ് ടു എ പെർസെൻറ്റേജ്, ഒരു 5% മാത്രമായിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ടു ബി ഫ്രീ. ക്ലട്ടർ കുറവായിരുന്നു, അതുകൊണ്ട് സോഷ്യൽ മീഡിയ യൂസ് ടു ബി ഫ്രീ. വി ക്യാൻ പുട്ട് എ ട്രെയിലർ, നമ്മുടെ ചാനലിലൂടെ ഇടുന്നു, അത് പലരും ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ 10 ആക്ടേഴ്സിനെ വിളിച്ച് പറയും നിങ്ങളതൊന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ അതൊക്കെ യൂസ് ടു ബി ഫ്രീ. ബട്ട് ഓഫ് ലേറ്റ്, ഇപ്പോൾ റീസെൻ്റ്ലി, ഇപ്പം ഞാൻ പടക്കളം എന്ന് പറയുന്നൊരു സിനിമ ഞാൻ ചെയ്യുമ്പോൾ യു വിൽ ബി സർപ്രൈസ്, ഞാനൊരു പത്രപരസ്യം എടുത്തിട്ടില്ല. ഐ മീൻ ദി ന്യൂസ് പേപ്പർ is becoming irrelevant for the new generation. The print is dying എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഒരു ന്യൂസ് പേപ്പർ ആഡ് പോലും ഇല്ലാതെ ഒരു സിനിമ നമ്മൾക്ക് ഇറക്കാൻ കഴിയുന്നു. ആൻഡ് 40% ഓഫ് അവർ ബഡ്ജറ്റ്, മാർക്കറ്റിംഗ് ബഡ്ജറ്റ്, is spent on സോഷ്യൽ മീഡിയ. അതായത് ട്രാക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം യൂട്യൂബിൻ്റെ ഒരു സ്റ്റഡി പറയുന്നത്, ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി 37 to 40 കണ്ടൻറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ മാത്രമാണ് ഒരു സിനിമ ഇറങ്ങുന്നു എന്ന് ആളുകൾ അറിയുന്നത്. ഞാൻ ഓണസ്റ്റ്ലി പടക്കളം എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഇറക്കുമ്പോൾ ഐ ഡിഡ്ന്റ് ഹാവ് ബിഗ് ആക്ടേഴ്സ് ലൈക്ക് ആ സമയത്ത് തുടരും എന്ന് പറഞ്ഞ സിനിമ നിൽക്കുന്നു, പ്രിൻസ് ആൻഡ് ഫാമിലി വരുന്നു. അപ്പോൾ ആ സമയത്ത് ഐ സ്റ്റാർട്ടഡ് മൈ മാർക്കറ്റിംഗ് 60 days ബാക്ക്. ആൻഡ് ആർട്ടിസ്റ്റ് കുറവുള്ളൊരു സിനിമ, കണ്ടന്റ് സിനിമ, I put so much content on social media and somehow the മൂവി ഈസ് വർക്കിംഗ്. എനിക്ക് വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മാർക്കറ്റ് ചെയ്തുകൂടെ എന്നുള്ളതാണ്. ലൈക്ക് മാർക്കറ്റ് ചെയ്യാതെ ഒരു പടം എങ്ങനെ ഹിറ്റായി എന്നൊക്കെ. അതായത് വി ആർ ബ്ലീഡിങ്. അപ്പം വാട്ട് ഐ എം സേയിങ് ഈസ്
ദർ സോ മച്ച് ഓഫ് ക്ലട്ടർ ഓൺ സോഷ്യൽ മീഡിയ. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു പ്രൊഡ്യൂസറാണ്. അതായത് നമ്മളൊരു സിനിമ ഇറക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം സ്ക്രിപ്റ്റ് സെലക്ഷൻ, വിച്ച് ഇസ് ഗോൺ ബി ഇറ്റ് ഇസ് എ വെരി ടീഡിയസ് പ്രോസസ്സ്. കാരണം നമുക്ക് 100-150 സ്ക്രിപ്റ്റ്സ് വരുന്നതിൻ്റെ ഇടയിലൂടെയാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണത്. അത് നമ്മുടെ ഗട്ടാണ്. നമ്മുടെ ഗട്ടെന്ന് പറയുന്നത്, നമ്മളൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ഇത് ഇപ്പം സെലക്ട് ചെയ്യുന്നതിൽ കാര്യമില്ല, ഇത് ഇറങ്ങുന്ന സമയത്ത്, അതായത് ഒരു വർഷം കഴിയുമ്പോൾ ഈ ടോപ്പിക്കിന് റെലവൻസ് ഉണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സാർ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്? നമ്മൾ ആലോചിക്കുന്നത്, ചുറ്റും നടക്കുന്ന എന്തൊക്കെ അവർ ചെയ്യുന്ന പടത്തിൽ ഇങ്ങനെ ഒരു ടോപ്പിക് ആരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ആലോചിച്ചിട്ട് ഒരു വർഷത്തിന് ശേഷം ഇത് ഇറങ്ങുമ്പോൾ ഇതിന് റെലവൻസ് ഉണ്ടോ. അങ്ങനെ പോയ സിനിമകളുണ്ട്. നമ്മൾ ഇപ്പോൾ കോവിഡിന് മുമ്പ് അഡ്വാൻസ് കൊടുത്തിട്ട് കോവിഡിന് ശേഷം ഇറക്കി ഫ്ലോപ്പായ സിനിമകളുണ്ട്. അപ്പം നമ്മളത് സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്ത് നമ്മളത് സോഷ്യൽ മീഡിയയിലാണ് അനൗൺസ് ചെയ്യുന്നു. അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ സോഷ്യൽ മീഡിയയിൽ ആ മാർക്കറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് ഷൂട്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് ഇതിനെ ഇറക്കുന്ന ഒരു പരിപാടിയാണ്. ലൈക്ക് കണ്ടൻറ് ഇസ് കിങ്, ഡിസ്ട്രിബ്യൂഷൻ ഇസ് കിങ്ഡം എന്ന് പറയാൻ മാർക്കറ്റിംഗ് ഇസ് ദ കീ. ദ കീ ഇസ് മാർക്കറ്റിംഗ്. സോ ഇന്ന് നമ്മൾ 100% തന്നെ ഓൾമോസ്റ്റ് 80% ഡിപ്പെൻഡൻറ്റ് സോഷ്യൽ മീഡിയയിലാണ്. ഇതിനെ നമ്മൾ തരണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിങ്ങിനോടൊപ്പം തന്നെ ഇത് റിലീസ് ചെയ്യുമ്പോൾ, ഇപ്പം നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ, നമുക്ക് ഇപ്പോൾ റിവ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പം നമ്മൾ ഈ റിവ്യൂവേഴ്സ് എന്നൊരു കാറ്റഗറി നമുക്ക് ദ്രോഹമാണോ, സിനിമയ്ക്ക് ദ്രോഹമാണോ, നല്ലതാണോ എന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതൊരു വേറൊരു ടോപ്പിക്കാണ് ഡിബേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇന്ന് ഞങ്ങൾ ആസ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആസ് ക്രിയേറ്റേഴ്സ് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പണ്ട് we are now become politicians. We are not artists anymore. പണ്ട് ഭരതൻ സാറോ പത്മരാജൻ സാറോ അവർക്കൊക്കെ അവരുടെ സിനിമയായിരുന്നു അവരുടെ ലാംഗ്വേജ്. അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അവർ കൊണ്ടുവന്നിരുന്ന സിനിമകളിലൂടെയാണ് അവർ സംസാരിച്ചിരുന്നത്. അവരുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളത് എത്ര പേർക്ക്, നമ്മളൊരു മാഗസിനിലൂടെ അവരുടെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് എത്ര ഒരാൾക്കും, കുറച്ച് പേർക്കല്ല, സിനിമ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പേർക്കല്ല, അത് വേറെ ആൾക്ക്. പക്ഷേ ഇന്ന് ഇപ്പോൾ വിപിൻ ദാസ് 10 ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ വിപിൻ ദാസിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ആഷിഖ് അബു ഒരു പല രീതിയിൽ പ്രതികരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുമ്പോൾ എനിക്ക് ഒരു ഐഡൻറ്റിറ്റി പബ്ലിക് തരികയാണ്. ആൻഡ് വി ആർ എക്സ്പെക്റ്റഡ് ടു ഡു ദാറ്റ് ഇൻ ആ ഫിലിംസ് ആസ് വെൽ. ഞാൻ വേറൊരു സിനിമ എടുത്ത, ഇത് നിങ്ങൾ ചെയ്യേണ്ട സിനിമയാണോ? അതായത് സോഷ്യൽ മീഡിയയിലുള്ള നമ്മളൊരു ഐഡൻറ്റിറ്റി നമുക്ക് പബ്ലിക് തന്നു കഴിഞ്ഞു, ഇതാണ് ഇയാൾ, അത് ഇയാൾ ചെയ്യേണ്ട സിനിമകൾ ഇങ്ങനത്തെയാണ്. അത് ഐ എം ഷുവർ ദിസ് ഇസ് എവ്രി വൺ ഇസ് ഗോയിങ് ത്രൂ. ലൈക്ക് ഒരു ഡയറക്ടർ ആണെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും വി ഓൾ ആർ ഗോയിങ് ത്രൂ ദിസ്, വേർ ദ പബ്ലിക് ഒരു പെർസെപ്ഷൻ നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നു. അവർ ക്രിയേറ്റ് ചെയ്ത പെർസെപ്ഷനെ മാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം സിനിമ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ. അതായത് അത് ഒരു ആക്ടറാണെങ്കിലും ഡയറക്ടറാണെങ്കിലും റൈറ്ററാണെങ്കിലും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ പെർഫോം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പേടിക്കുകയാണ്. കാരണം ഇപ്പോൾ റിവ്യൂവേഴ്സിനെ എന്ന് പറഞ്ഞാൽ കീറി അലക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതായത് അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് തന്നെ, അയ്യോ ആ സീൻ വേണ്ട കേട്ടോ, ആ റിസ്ക് എടുക്കണ്ട, വെറുതെ അവരെല്ലാം കൂടെ നമ്മളെടുത്തിട്ട് ഇതാക്കാം. അപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് അതൊരു നമ്മൾ ആ റിസ്ക് എടുക്കാൻ, ഇപ്പം ഞാൻ എടുക്കും എന്ന് വെച്ചാൽ എല്ലാവരും എടുക്കണമെന്നില്ല. ചില റൈറ്റേഴ്സ് എഴുതുമ്പോൾ തന്നെ ആ സീൻ വേണ്ട കേട്ടോ, ആ സീൻ വേണ്ട, അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ അതിന് പോസിറ്റീവ് ഉണ്ട്. സോ ഐ കം ബാക്ക് ടു ദാറ്റ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വൈഡ് ടോപ്പിക്കാണ്. സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഐ വിൽ ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് ദാറ്റ്സ് ബെറ്റർ. ഐ ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു വിപിൻ. നമസ്കാരം. നമ്മുടെ ലൈഫിൽ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടായ മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അത്രയും മാറ്റമേ സിനിമയിലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അധികമൊന്നും പറയാനില്ല. അത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് കാണുന്നതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഫീഡിൽ അത് തന്നെയാണ് സിനിമയിലും. നമ്മൾ ആരെയാണ് കാണിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അവരെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പം ഓരോ കാലഘട്ടത്തിലും എല്ലാ രീതിയിലും, സിനിമയിലും അല്ലെങ്കിൽ ജീവിതത്തിലും പൊളിറ്റിക്സിലും എല്ലാം മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റം സിനിമയിലും ഉണ്ടാകുന്നു മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ.
സോഷ്യൽ മീഡിയ ഒരു സമയത്ത് സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ അടുത്ത കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് റിവ്യൂ. സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബേഴ്സ് ആണെങ്കിലും എഴുത്തിലൂടെ ആണെങ്കിലും റിവ്യൂ പറയുന്നു, സിനിമയെ ഇല്ലാതാക്കുന്നു എന്ന് പല സിനിമാക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ബാൻ ചെയ്യണം, ഇത്ര ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ റിവ്യൂ ഇടാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ റിവ്യൂ സിനിമയെ ബാധിക്കുന്നുണ്ടോ? റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് നമ്മൾ അറിയാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, എനിക്കിഷ്ടപ്പെടുന്ന ഒരു സിനിമ ബിബിന് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ അഭിലാഷിന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ ജൂൺ എന്ന് പറയുന്ന ഒരു സിനിമ, ഞാൻ ചെയ്ത ഒരു സിനിമ എക്സാമ്പിളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഹോം, അല്ലെങ്കിൽ വേണ്ട, ജൂൺ ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്, ബിക്കോസ് ദ ഓഡിയൻസ്. അപ്പം ജൂൺ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു പ്രൈമറി ഓഡിയൻസ് ഉണ്ട്. ആ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ദ ടി ജി ഈസ് ദ പ്രൈമറി ഓഡിയൻസ്. എല്ലാവർക്കും ആദ്യം തിയേറ്ററിൽ കയറേണ്ടത് ഒരു 13 to 25 ടി ജിയിലുള്ള ഗേൾസിനാണ് ആ സിനിമ പ്രൈമറി ആയിട്ട് കണക്റ്റ് ആവുക. അപ്പം നമ്മൾ അത് മാർക്കറ്റ് ചെയ്യുന്നത് അവരിലേക്കാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ ടി ജി ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സൈറ്റ്സ് ഞങ്ങൾക്കറിയാം, യു ഓപ്പൺ. സോ വെനെവർ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ജൂണിൻ്റെ ആഡ് വരുന്ന രീതിയിലാണ് അതിലേക്ക് എത്തുന്നത്. പക്ഷേ അത് ആദ്യം വന്നിട്ട് ഒരു 60-year-old man come and sees that film, he may not connect with it. He might connect with Jojo's character, but he may not connect with Regisha's character, where coming of age എന്ന് പറയുന്ന സാധനത്തിൽ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഹ്യൂമർ ഒരു 60-year-old മാനിന് കണക്റ്റ് ആവണമെന്നില്ല. അതാണ് ഞാൻ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ റിവ്യൂവർ ഈസ് ഓൾസോ എ മാൻ, അല്ലേ? അയാളൊരു ഹ്യൂമൻ ബീങ് ആണ്. അയാൾക്കൊരു ഏജ് ഉണ്ട്, അയാൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പം അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കണം എന്നില്ല. ദാറ്റ് ഈസ് വാട്ട് വി ഓൾവേസ് സേ. നമ്മളെപ്പോഴും നമ്മൾ റിവ്യൂവേഴ്സിനോട് എതിരല്ല. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ക്രിറ്റിസിസം ഇസ് ഓൾവേസ് വെൽക്കം. യു ക്യാൻ ഓൾവേസ് ക്രിറ്റിസൈസ് എ ഫിലിം. യു ക്യാൻ ഗോ ടു എനി, ഇതിൻ്റെ RR നല്ലതായിരുന്നു, അല്ലെങ്കിൽ കാസ്റ്റിംഗ് മോശമായിരുന്നു, എല്ലാം പറയാം. But give it 3 days till the primary audience watches the film. Because ഇന്നെങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പം പണ്ട് സിനിമ കാണാൻ പോയിരുന്നത്, നമ്മൾ ഒരു ഫാമിലി ഒരു സിനിമ കാണാനായിട്ട് ഇറങ്ങുകയാണ്. ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ശനിയാഴ്ച ഒരു ഓട്ടോ എടുത്ത് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് തിയേറ്ററിലേക്ക് പോകും. തിയേറ്ററിലേക്ക് പോയിട്ട് ഒരു സിനിമ ഹൗസ്ഫുൾ ആണെങ്കിൽ വേറൊരു സിനിമയ്ക്ക് കയറും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദ ടെക്നോളജി ഇപ്പം ബുക്ക് മൈ ഷോ പോലുള്ള ആപ്സ് ഉള്ളപ്പോൾ നമ്മളൊരു സിനിമ കാണാൻ തീരുമാനിച്ചാൽ ആ സിനിമ മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ ഞാനൊരു സിനിമ കാണണം എന്ന് തീരുമാനിക്കുന്നു, ഞാൻ നോക്കുന്നു ഇന്ന് അത് ഹൗസ്ഫുള്ളാണ്, നാളെ ഹൗസ്ഫുള്ളാണ്, മറ്റന്നാൾ അത് കാണുന്നു, വേറൊരു സിനിമ കാണുന്നില്ല. ബിക്കോസ് അത് കാണാൻ, അപ്പം അത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. ആ സോഷ്യൽ മീഡിയയിൽ പല റിവ്യൂവേഴ്സ് പറയുന്ന റിവ്യൂസിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഓക്കെ ഇവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ആ സിനിമ കാണും. അതുകൊണ്ടാണ് ഇന്നത്തെ, പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിനിമ, പലതരം സിനിമകളുണ്ട്. ഹിറ്റ് സിനിമകളെന്ന് പറയും, അല്ലെങ്കിൽ ആവറേജ് സിനിമകൾ, മീഡിയം പോയ സിനിമകളെന്ന് പറയും. ഇപ്പം ഞാൻ അടികപ്പേരെ കൂട്ടമണി എന്ന് പറഞ്ഞൊരു സിനിമ പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന സമയത്ത്, ഇൻഫ്ലുവൻസ് ഇല്ലാതിരുന്ന സമയത്ത് ഇറക്കിയതാണ്. അന്ന് ദിലീപിൻ്റെ പടം 2 countries. അപ്പോൾ 2 countries എന്ന് പറയുന്ന സിനിമയുടെ കൂടെയാണ് അടികപ്പേരെ കൂട്ടമണി. അത് വലിയ സിനിമയാണ് 2 countries. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വളരെ ലെസർ സ്റ്റാർ കാസ്റ്റിൽ അതിൻ്റെ 20% ബഡ്ജറ്റിലാണ്, ഇപ്പോൾ 2 countries 20% ബഡ്ജറ്റിലാണ് സിനിമ ഇറക്കുന്നത്. അന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഞാൻ ആകെ തിയേറ്ററിൽ വിളിച്ച് പറഞ്ഞത്, അത് വലിയ പടമാണ്, നിങ്ങൾ 6 മണിക്ക് ആ പടം വെച്ചോ, 6:15 അല്ലെങ്കിൽ 6:20 നിങ്ങൾ എൻ്റെ പടം വയ്ക്കി, പടം ഹിറ്റാവും. കാരണം പടം നല്ലതാണ്, പക്ഷെ ആൾ കയറണം. ആകെ ഹോർഡിങ്ങോ ഒരു ഇതേ ഉള്ളൂ. ഐ മീൻ ഓവർഫ്ലോ കൊണ്ട് മാത്രം ആൾ കയറി ടോക്ക് ഓഫ് ദ ടൗൺ ആയി ഹിറ്റായ പടമാണ് അടികപ്പേരെ കൂട്ടമണി. അപ്പോൾ അന്ന് റിവ്യൂ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് നേരെ തിരിഞ്ഞേനെ. അപ്പോൾ ആളുകൾ കയറി അത് കാണുന്നത്. അപ്പം എല്ലാവർക്കും ഒരു സിനിമ ഇഷ്ടപ്പെടും. ഡബിൾ ബാരൽ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ ചുരുളി എന്ന് പറയുന്ന ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകൾ നോക്കുകയാണെങ്കിൽ, നൻപകൽ നേരത്ത് മയക്കം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഒരു നോർമൽ ഓഡിയൻസ് ചിലപ്പോൾ കണക്റ്റ് ആവണില്ല, പക്ഷെ അതിനെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നത്, give us the healthy criticism that will enable us to make better movies in future,
ബട്ട് വി ഡോണ്ട് മേക്ക് ഫിലിംസ് ഫോർ എവരി വൺ. നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ റിവ്യൂ ചെയ്തോളൂ. നിങ്ങൾ ഒരു 3 ദിവസം ആ വീക്കെൻഡ് ഒന്ന് കഴിയുന്നവരെ ഞങ്ങളുടെ പ്രൈമറി ഓഡിയൻസ്, നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്തത് ആ ഓഡിയൻസ് അതിലേക്ക് വരാനായിട്ടുള്ളൊരു ക്ഷമ കാണിക്കൂ. സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ 4 പേരിരുന്ന് ഇത് അതാണ് മോശമാണ് ഇതാണ് ഇത് ഈ സാധനം അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് നമുക്ക് തിയേറ്റർ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, നമുക്ക് ഈ ബുക്ക് മൈ ഷോയിൽ റേറ്റിംഗ് വരുത്തിക്കണം, IMDbയിൽ റേറ്റിംഗ് വരുത്തിക്കണം, ഇവരെ ഹാൻഡിൽ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ഒരു ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് അയാളുടെ അധികാരമാണ് ആ 150 രൂപ അയാൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആ സിനിമയെ കീറി മുറിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പം നമ്മൾ ഇമോഷണലി റിയാക്ട് ചെയ്യുന്നത്. ചിലവരൊക്കെ റിയാക്ട് ചെയ്ത് നമ്മൾ ഒരു വർഷം മുമ്പ് അത് പ്ലാൻ ചെയ്ത് മഴയും വെയിലും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു 100-150 പേര് ഒരുമിച്ച് എത്രയോ നാള് ഒരാൾക്ക് ഒരു ഡയറക്ടറിന് പനി വന്നാൽ ഷൂട്ട് നിർത്തും, മഴ വന്നാൽ. ഞാനിപ്പോൾ ആട് 3 എന്ന് പറഞ്ഞൊരു സിനിമ പാലക്കാട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, എത്ര അറിയാമെന്നറിയില്ല. 35 ദിവസമായി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ ടെക്നിക്കലി 45 ദിവസം, അതായത് അത്രയും ദിവസം മഴ പെയ്ത് 2 സെറ്റ് ഒലിച്ചു പോയി. അങ്ങനെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരാൾക്ക് ഇപ്പം നമ്മൾ ഷൂട്ട് നിർത്തി വെച്ചിരിക്കുന്നത് ഒരു ബിജുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് കയ്യിൽ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. ഷൂട്ട് നിന്നു. കാരണം അയാളുടെ കോമ്പിനേഷൻ ഇല്ലാതെ നമുക്ക് സീന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ അപ്പം നമ്മൾ ആക്ടേഴ്സിൻ്റെ ഇത് നോക്കണം, മഴ നോക്കണം, വെയിൽ നോക്കണം, ആക്ടേഴ്സ് ഡേറ്റ്സ്, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിയേറ്റർ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അത് മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഇതെല്ലാം തരണം ചെയ്ത് നമ്മൾ തിയേറ്ററിൽ ഈ 1 വർഷം കഴിഞ്ഞ് പ്രാർത്ഥനയോടെ നമ്മളിത് ഇറക്കുമ്പോൾ ഒരു 150 രൂപ ടിക്കറ്റ് എടുത്തു എന്ന് പറയുന്ന ഒറ്റ, അതായത് എനിക്ക് പറയാനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ഈ എഫേർട്ടിനെ എല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് കീറി മുറിക്കുമ്പോൾ അത്യാവശ്യം വിഷമം വരും. അല്ല, ഇതിൽ ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരാളാണ് ഞാൻ. കാരണം വിജയേട്ടൻ പറഞ്ഞ പോലെ സുമതിയുള്ള റിലീസിന് മുന്നേ ഒരു വലിയ ബഡ്ജറ്റിലൊരുക്കിയ സിനിമയായിരുന്നു. അത് മാളികപ്പുറം എന്നൊരു സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ചെയ്യുന്നൊരു സിനിമയായിരുന്നു. അപ്പം വിജയേട്ടൻ പറഞ്ഞ അതേ പോയിന്റ് ഞാൻ പറയുന്നത്, അതായത് ആരാണ് ഞങ്ങളുടെ പ്രൈമറി അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് എന്നത് കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രൊമോഷൻ സമയത്ത് പറഞ്ഞത് ഇത് ഫാമിലി ഓഡിയൻസിനുള്ള സിനിമയാണ്, ഇത് ഫാമിലി ഓഡിയൻസാണ്, അവർക്ക് വേണ്ടിയുള്ള സിനിമയാണെന്ന് പറഞ്ഞ് തന്നെയാണ് ഞങ്ങൾ ആ പടം തിയേറ്ററിലേക്ക് ഇറക്കിയത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 150 രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുത്തു എന്നൊരു അധികാരത്തിൽ ഇവിടുത്തെ ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ആ റിവ്യൂവേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. കാരണം ഇപ്പോൾ ഇവർക്ക് വേണ്ടിയാണോ റിവ്യൂവേഴ്സിന് വേണ്ടിയാണോ സിനിമ ചെയ്യുന്നത്, അതോ ഓഡിയൻസിന് വേണ്ടിയാണോ സിനിമ ചെയ്യുന്ന ഒരു സംശയത്തിലാണ് നിൽക്കുന്നത്. ഇവരെ ആണോ തൃപ്തിപ്പെടുത്തേണ്ടത് ആദ്യം? കാരണം ഇവർ തരുന്ന ഒരു മാർക്ക് വെച്ചിട്ടാണോ സിനിമ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ ആ പേടിയിൽ നിന്നുകൊണ്ട് സംസാരിച്ച ഒരു പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ എൻ്റെ സുമതിയുള്ള പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹം സിനിമ ഇറങ്ങി ആദ്യത്തെ ദിവസം വൈകുന്നേരം വന്ന റിവ്യൂ, ഇവിടുത്തെ ഒരു പ്രമുഖ റിവ്യൂവർ ഇട്ട റിവ്യൂ വളരെ മോശമായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ സിനിമ തിങ്കളാഴ്ചത്തോടെ ഫാമിലി ഓഡിയൻസ് എത്തും, ധൈര്യമായിട്ടിരിക്കും. അദ്ദേഹം ഭയങ്കര ടെൻഷനായി. അപ്പം ശനിയാഴ്ച വൈകിട്ടായപ്പോഴത്തേക്ക് എല്ലായിടത്തും ഹൗസ്ഫുൾ ഷോകൾ എത്തുന്നു, ഞായറാഴ്ച ഹൗസ്ഫുൾ ആവുന്നു, തിങ്കളാഴ്ച ആയതോടുകൂടി പടം സ്റ്റഡിയായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ഓഡിയൻസ് എത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ പറയുന്നത് കേട്ടിട്ടൊന്നും അല്ല ഓഡിയൻസ് എത്തുന്നതെന്ന് മനസ്സിലായി. കാരണം ഇവരെയും കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ആ സിനിമയ്ക്ക് എത്താൻ സാധ്യമായിട്ടുള്ള കുറച്ച് യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകളെ തടയാമെന്നതൊഴിച്ചാൽ ഒരു നല്ല സിനിമയാണെന്ന് മൗത്ത് പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ ആ സിനിമയെ തകർക്കാൻ ഇവരെയും കൊണ്ട് ഒന്നും പറ്റില്ലെന്നറിയാം. അതിനേക്കാൾ ഇവരിത് ചെയ്യുന്നത് പുണ്യപ്രവർത്തിക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ. ഇവരുടെ ഒരു യൂട്യൂബ് ചാനലിലൂടെ അതിലൂടെ ഇവർ വരുമാനം കണ്ടെത്തുകയാണ്. അതായത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കഷ്ടപ്പാട് തിയേറ്ററിൽ സിനിമ കാണുന്ന ഓഡിയൻസിന് അറിയണമെന്നില്ല, അവർക്കത് അറിയേണ്ട വിഷയമല്ല. പക്ഷേ ഞങ്ങളെ ചെയ്ത എഫോർട്ട് വെച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന റിവ്യൂവേഴ്സ് അവർക്കുള്ള വരുമാനം ഉണ്ടാക്കുന്നത്. ഇവരൊരിക്കലും ഇതൊരു ഫ്രീ പ്ലാറ്റ്ഫോമിലല്ലല്ലോ പറയുന്നത്. ഇവരൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതുവഴി മാസം അവർക്ക് വരുമാനം കിട്ടുകയും അതിലൂടെ അവർ ജീവിക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയും, ചേട്ടാ നമ്മൾ ചെയ്ത കഷ്ടപ്പാടിൻ്റെ ബലത്തിൽ അവരുടെ കുടുംബം ജീവിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ഒക്കെ കിട്ടുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഞങ്ങളിലൂടെ അവർ ജീവിക്കുകയാണ് റിവ്യൂവേഴ്സ്. പക്ഷേ ഇവർ ചെയ്തോട്ടെ, റിവ്യൂസ് ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. അത് എന്തുകൊണ്ടൊരു 3 ദിവസം കഴിഞ്ഞ് ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കും? ഇവിടെ ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുമ്പേ റിവ്യൂ ഇട്ട നാടാണ് നമ്മുടേത്. എമ്പുരാൻ എന്നൊരു സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുമ്പ് ഇൻ്റർവെൽ ആയപ്പോൾ ആ സിനിമയ്ക്കെതിരെ വലിയ രീതിയിൽ ഡീഗ്രേഡ് നടന്ന നാടാണിത്.
ആ സിനിമയുടെ കോസ്റ്റ് എത്ര നമുക്കൊക്കെ ഏകദേശം ഒരു ഊഹം കാണും. സിനിമാക്കാർക്കുള്ളിൽ ഞങ്ങൾക്കറിയാമെങ്കിലും പുറത്തുള്ള ഓഡിയൻസിന് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സിനിമയുടെ കോസ്റ്റ് എന്താണ്, ഈ സിനിമ തിയേറ്ററിൽ എത്രത്തോളം ഓടിയാലാണ് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നുള്ളത് വരെ അറിയാവുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു ഡീഗ്രേഡിങ് ഉണ്ടായി. പക്ഷേ സിനിമ കളക്ട് ചെയ്തു, അതിനുശേഷം തുടരും എത്തുന്നു, വലിയ ഹിറ്റാവുന്നു. അതിനുശേഷം ഞങ്ങൾ ഇപ്പം സുമതി വളവ് തിയേറ്ററിൽ ഓടുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഇൻഡസ്ട്രി തന്നെ എല്ലാവരും പറയുന്നുണ്ട്, ഇത്രയും ഡീഗ്രേഡിങ്ങും നെഗറ്റീവ് റിവ്യൂസും പലരും പറഞ്ഞിട്ടും ആ സിനിമ തിയേറ്ററിൽ സക്സസ് ആയെന്നൊരു കേൾക്കുമ്പോൾ ആസ് എ ഫിലിം മേക്കർ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ദ റിയൽ ഓഡിയൻസ് ഓൾവേസ് സപ്പോർട്ട് സിനിമ എന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെയാണ് ഇപ്പം മാളികപ്പുറം എന്നൊരു സിനിമ കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ അറ്റാക്ക് നേരിട്ട ആളാണ് ഞാൻ. ഇപ്പോൾ പോലും വിജയേട്ടനൊക്കെ അറിയായിരിക്കും, കാരണം ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ കണ്ട ഒരു പോസ്റ്റാണ്, അമ്പലത്തിൽ ആളെ കയറ്റാൻ വേണ്ടി സിനിമ എഴുതുന്ന റൈറ്ററാണ് ഞാനെന്ന്. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, അതെങ്ങനെയാണ് അമ്പലത്തിൽ ആളെ കയറി. അപ്പം ഞാൻ വെറുതെ ചിന്തിച്ചപ്പം അമ്പലത്തിൽ ആൾ കയറിയാൽ തീർച്ചയായിട്ടും ആ വരുമാനം കിട്ടുന്നത് ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡിന് ആ വരുമാനം കിട്ടിയത് അത് സർക്കാരിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് കാശുണ്ടാക്കി കൊടുക്കുന്ന റൈറ്ററാണ് ഞാൻ എന്നാണ് എന്നെ നെഗറ്റീവ് പറഞ്ഞപ്പം അതുവഴി അയാൾ സ്ഥാപിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ ഈ ഇന്നലെ പോലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ മകൾ മൊത്തൊരു ഫോട്ടോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരാൾ ഇട്ടിരിക്കുന്ന കമൻറ്റാണ്, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, സംഘികൾക്കൊരിക്കലും കലാകാരന്മാരാവാൻ പറ്റില്ല എന്ന്. ഞാൻ വിളിച്ച് ഞാൻ എവിടെയാണ് എൻ്റെ പൊളിറ്റിക്സ്. വിജയേട്ടൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് അതിന് എത്തുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു 3-4 ഇൻ്റർവ്യൂയിലൂടെ ഇവർ നമുക്കൊരു പിക്ചർ ഉണ്ടായി തരികയാണ്, നമ്മൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾ ഇനി ഇങ്ങനത്തെ സിനിമകളാണ് എന്നൊരു പിക്ചർ ഉണ്ടായി തരികയാണ്. അപ്പം ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, ഞാനിനി 100 സിനിമ ചെയ്താലും ആ 100 സിനിമയും എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസാണ്. എൻ്റെ അച്ഛനും അമ്മയും തിയേറ്ററിൽ വന്നത് കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെടണം, എൻ്റെ മക്കൾ കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെടണം. കാരണം ഒരു സീനിൽ പോലും അവർ അയ്യേ എന്ന് ചിന്തിക്കല്ലേ എന്ന് കരുതിയാണ് ഞാൻ ആ സിനിമ എഴുതാറുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, സോഷ്യൽ മീഡിയയുടെ ഈ നെഗറ്റീവ് ഡീഗ്രേഡിങ്ങിനെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന അറ്റാക്കിനെയും വളരെ പോസിറ്റീവായിടത്തോടെ ഞാനിപ്പോൾ ഇതിനെ എനിക്കുള്ള PR അവർ ചെയ്തു തരുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അവർ നമ്മളെപ്പറ്റി പോസ്റ്റ് ഇടുമ്പം അതിലൂടെ നമ്മൾ വളരുകയാണ്. കാരണം എന്നെപ്പറ്റി എഴുതിയിടാൻ അവരവരുടെ ലൈഫിൻ്റെ ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ സമയം മാറ്റി വെക്കുമല്ലോ ഈ ആയുസിൻ്റെ. അപ്പം ഞാൻ അവരോട് നന്ദി പറയുകയാണ് ഈ ഒരു വേദിയിൽ വെച്ചിട്ട്. ഒപ്പം റിവ്യൂസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു സിനിമ ചെയ്യുന്ന കഷ്ടപ്പാട് അറിയണമെങ്കിൽ ഒരു 5 ദിവസം ഞങ്ങൾക്കൊപ്പം ഈ പറയുന്ന പ്രമുഖ റിവ്യൂവേഴ്സ് ലൊക്കേഷൻ അതിൻ്റെ എല്ലാ ചിലവും വേണം ഞാൻ നോക്കിക്കോളാം. ഈ റിവ്യൂവേഴ്സ് വന്ന് നമ്മുടെ ലൊക്കേഷനിലൊന്ന് 5 ദിവസം താമസിച്ച് ഇതിൻ്റെ കഷ്ടപ്പാടെന്ന് അറിഞ്ഞാൽ ഇവനൊന്നും ഒരിക്കലും ഈ പണിക്ക് നിൽക്കില്ല. കാരണം ബേസിക്കലി കഷ്ടപ്പെടാതെ കിട്ടുന്ന കാശിൻ്റെ വില അറിയുന്നതുകൊണ്ടാണ് അവന്മാരത് ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പലപ്പോഴും ഇപ്പം നമ്മുടെ സിനിമ രക്ഷപ്പെട്ടു പോയി, ഓക്കെ, പക്ഷേ എത്രയോ എല്ലാം ഒരിടത്ത് കൊണ്ടുവന്ന് ബോംബിട്ട് കൊല്ലാനല്ലേ അല്ല, എത്രയോ സിനിമകൾ ഇത് കാരണം പ്രശ്നങ്ങളിലേക്കും പോയിട്ടുണ്ടെന്ന് അറിയാം. എത്രയോ നല്ല സിനിമകൾ ഇതുപോലെ നെഗറ്റീവ് റിവ്യൂസും ഡീഗ്രേഡിങ് കാരണം തിയേറ്റർ ശ്രദ്ധിക്കാതെ പോവുകയും പിന്നീട് OTT-ലെത്തുമ്പോൾ ഇതിനെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ കണ്ടൊരു സിനിമയാണ് ഗപ്പി. ആ സമയത്ത് തിയേറ്ററിൽ ആ സിനിമ വലിയ കാര്യമായതില്ല. പക്ഷേ പിന്നീട് സോഷ്യൽ മീഡിയയിൽ OTT-ലെത്തിയപ്പോഴത്തേക്ക് അയ്യോ ഞങ്ങൾക്ക് തിയേറ്ററിൽ മിസ്സായിപ്പോയി. അതൊരു വല്ലാത്ത വിഷമമായിട്ടാണ് എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റിയത്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ നല്ലതാണെന്നൊരു മൗത്ത് പബ്ലിസിറ്റി വന്നാൽ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അത് തിയേറ്ററിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, ഒരിക്കലും ഒരു OTT കണ്ടൻറ്റായിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന അപ്പം നമുക്ക് സംസാരിക്കാൻ ഒരു മീഡിയം കിട്ടുമ്പോൾ ഇത് നിങ്ങളെ ഞാൻ കാണുന്നത് സിനിമ കാണുന്ന ഓഡിയൻസായിട്ടാണ്. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ ചെയ്യുന്ന കഷ്ടപ്പാടിനെ അത് മോശമാണെങ്കിൽ ധൈര്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു, അതൊരു പോസിറ്റീവ് വേയിൽ ക്രിട്ടിസൈസ് ചെയ്യുക. ഒരു ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയില്ല, മുന്നോട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയും സിനിമകൾ ചെയ്യണം. അടുത്ത സിനിമയിലൊക്കെ ഞാൻ എന്താണ് ഫേസ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. ഈ സിനിമയോട് എനിക്കൊരു കാര്യം മനസ്സിലായി, അടുത്ത തവണ ഏതൊക്കെ അമ്പലത്തിൽ പോയിട്ട് വേണം പടം ഇറക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ചരട് കെട്ടേണ്ടി വരുമെന്നൊക്കെ ഞാൻ ഒരു വിശ്വാസിയായതിൻ്റെ പുറത്ത് പറഞ്ഞു കേട്ടോ, അത് പേഴ്സണലി ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അത്രയും പേടിച്ചാണ് പലപ്പോഴും നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപിൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇതിനെതിരെ കേസ് കൊടുത്ത ആളല്ലേ? അല്ല, ഞാൻ കേസ് കൊടുത്ത ഇതിനല്ല, അയാൾ കാശ് ചോദിച്ചിട്ട് കൊടുത്തില്ല, അപ്പം അയാൾ നെഗറ്റീവ് ഇട്ടുകൊണ്ട് കൊടുത്താണ്. ശരിക്കും ഈ പറഞ്ഞാൽ എനിക്ക് കുറച്ച് വിയോജിപ്പുള്ളത്, നമ്മുടെ അധ്വാനം എല്ലാവരും കാണണം നിർബന്ധമില്ല. നമ്മളിപ്പോൾ എല്ലാവരും അധ്വാനിക്കുന്നത് തന്നെയാണ്. അപ്പം സിനിമാക്കാർക്ക് മാത്രം പ്രത്യേക കൊമ്പൊന്നുമില്ല. അപ്പം ആ അധ്വാനവും നാട്ടുകാർ കണ്ടിട്ട് അതിന് മാർക്ക് തരണം, അതിന് കാശ് തരണം എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അപ്പം ഒരു മോശം പടമാണെങ്കിലും 100 ദിവസത്തെ അല്ല 50 ദിവസത്തെ അധ്വാനമുണ്ട്. അപ്പം
സിനിമ നമ്മൾ റിവ്യൂവേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും അവരൊരു മോബിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആ മോബിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സിനിമ കൊണ്ട് തന്നെയാണ്. നമ്മൾ അതിനെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായിട്ട് കണ്ട് അവർക്ക് എഗെയിൻസ്റ്റായിട്ട് നമുക്ക് സിനിമ ചെയ്ത് കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ അവർ ചെയ്യുന്ന തെറ്റാണെന്നോ ഇല്ലെങ്കിൽ 150 രൂപ തന്നതിൻ്റെ അവകാശത്തിൽ പറയുന്നതാണെന്നോ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമുക്കത് പറയാൻ പറ്റില്ല. കാര്യം ഒരു പെയിൻറ്റിങ്ങോ ഒരു ബുക്സോ ഒന്നും ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നില്ല, സിനിമ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാര്യം എല്ലാവർക്കും അക്സസിബിൾ ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ആർട്ട്, അല്ലെങ്കിൽ ആർട്ടെന്ന് ഞാൻ വിളിക്കില്ല ഒരിക്കലും, ആർട്ട് അതിനൊരു ക്രിയേറ്റിവിറ്റി, ഒരു പ്രോഡക്റ്റാണ്. ബേസിക്കലി അതൊരു ബിസിനസ് തന്നെയാണ്. കാശ് ചിലവാക്കി ചെയ്യുന്നൊരു സാധനമാണ്. നമ്മൾ തിരിച്ച് ആ കാശ് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ ഈ വരുന്ന കസ്റ്റമറായിട്ടാണ് കാണുന്നത്, അതിൻ്റെ ഓഡിയൻസുമായിട്ടല്ല ഞാൻ കാണുന്നത്, കസ്റ്റമറായിട്ടാണ്. അപ്പം നമ്മളൊരു ഹോട്ടൽ നടത്തുന്ന പോലെയോ അതിലൊക്കെ ആർട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും അവരവർ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് അവർക്ക് തിരിച്ച് വരുന്ന കൂടിക്കൂടി വരുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ റിവ്യൂവറിനെ മാറ്റി നിർത്താതെ അയാളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഈ സിനിമ നമ്മൾ നന്നാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം എല്ലാവരും ആ ഒരു വെള്ളിയാഴ്ചയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സിനിമ ചെയ്യുന്ന 80% ആൾക്കാരും ആ വെള്ളിയാഴ്ചയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു ആരും ചിന്തിക്കുന്നില്ല. അത് ഞാൻ പഠിച്ചത് എൻ്റെ ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ മുദ്ദുഗോ ഇരിക്കുന്ന വിജയേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം എല്ലാവരും എൻ്റെ ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കാണുന്നവരെല്ലാവരും ആ സിനിമ നന്നായിട്ടെന്ന് പറയുകയും എന്നാൽ ആ സിനിമ തിയേറ്ററിൽ വലിയ വിജയമായില്ല. അപ്പം ഞാനിപ്പം വിജയേട്ടനും പറയും ആ സിനിമ വിജയേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളൊന്നാണ്. പക്ഷേ ഞാനതിൽ കാണുന്നത് അതിലെന്തൊരു കുറവുണ്ട്. എല്ലാവരെയും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അതിനകത്ത് കുറഞ്ഞിട്ടുണ്ട്. ആ കുറവിനെയാണ് നമ്മുടെ കുറ്റമായിട്ട് നമ്മൾ കണ്ടെടുത്തില്ലെങ്കിൽ നാട്ടുകാരെ തലയിൽ വെച്ചിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറയേണ്ടത്. നമ്മളുണ്ടാക്കിയ ആ പ്രോഡക്റ്റ്, ഉണ്ടാക്കിയ ഭക്ഷണം, ഉണ്ടാക്കിയ പെയിൻറ്റിങ്, ഉണ്ടാക്കിയ ബുക്ക്, ഉണ്ടാക്കിയ സിനിമ, അതിലെന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചില സിനിമകളുണ്ടാവും മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് ആ മോബിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സിനിമ നല്ലതാണെങ്കിൽ എത്ര ഡിഗ്രേഡ് ചെയ്താലും ചിലപ്പോൾ അത് കയറി വരും. ഇപ്പോൾ എമ്പുരാൻ്റെ ഇത് പറഞ്ഞിട്ട് എമ്പുരാൻ അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ സിനിമ ഹൗസ്ഫുള്ളായത്. ആ വരുന്ന ആഴ്ചകളിലാണ് ആ ഇത്രയും വിവാദം ഉണ്ടായപ്പോഴാണ് ആ സിനിമ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത്. വ്യാഴാഴ്ച സിനിമ റീസൺ 3 എന്ന് പറഞ്ഞപ്പോൾ വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു. അതിന് റീസൺ 3 ചെയ്യുന്നതിന് മുമ്പ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഓഡിയൻസിനെയോ അത് റിവ്യൂ ചെയ്യുന്നവരെയോ അതിന് മുന്നിൽ നിൽക്കുന്ന ആരെയും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ബേസിക് പ്രശ്നം സിനിമ എടുത്ത അതിൻ്റെ ഡയറക്ടറോ അതിൻ്റെ റൈറ്ററോ അതിൻ്റെ പ്രൊഡ്യൂസറോ അതിൻ്റെ ആക്ടറോ അവരൊക്കെ തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓഡിയൻസിനോട് എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാര്യം വ്യസന സമേതം എന്നുള്ളൊരു പടം ചെയ്തപ്പം ഞാൻ ഉദ്ദേശിച്ച ഓഡിയൻസ് അത്രയേ ഉള്ളൂ. അത് ചെറിയൊരു പടമാണ്, യങ്സ്റ്റേഴ്സ് വരില്ല, ഫാമിലി മാത്രമേ വരുള്ളൂ. അതിന് ചെയ്യേണ്ട പ്രൊമോഷൻസൊക്കെ ചെയ്തു. അതിൻ്റെ എത്തേണ്ടതായ കൃത്യമായ ഓഡിയൻസിൽ എത്തുകയും ചെയ്തു പോയി. അതിനപ്പുറം ആ ഓഡിയൻസിന് ആ സിനിമയ്ക്ക് കാലിബറും ഇല്ല. കാര്യം ഫസ്റ്റ് ഡേ വന്നിരുന്ന് കൂകി വിളിച്ച് കാണേണ്ട ഒരു സിനിമയല്ല. അപ്പം ഓരോ സിനിമയ്ക്കും ഓരോ ടാർഗറ്റ് ഓഡിയൻസിനുണ്ട്. ആ ഓഡിയൻസ് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടി ആ സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കണം, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യണം, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് സിനിമ കണ്ട് ഇറങ്ങാൻ പറ്റണം. ഇത് മാത്രമേ ബേസിക് എന്താ പറയുക അതിൻ്റെ അൾട്ടിമേറ്റ് ഐഡിയ അത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്താലും ഇനി റിവ്യൂവർ അല്ല, ഒരു സിസ്റ്റം മുഴുവൻ നമുക്കെതിരെ നിന്നാലും ആ പടം കൊള്ളാമെങ്കിൽ ഓടും. അത് നമ്മൾ ഈ മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിലും ഇപ്പം നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു പടമാണ് ഇപ്പം സൂ ഫ്രം സൂ എന്നുള്ളൊരു കന്നഡ മൂവി ഇവിടെ വന്ന് ഓടിയത്. ഇപ്പോൾ കാന്താര ഓടിയത്, അതിലൊന്നും ഒരാളെ നമുക്കറിയില്ല. അപ്പം സിനിമ സംസാരിച്ചാൽ പിന്നെ റിവ്യൂവേഴ്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല. റിവ്യൂവേഴ്സിനെ നമ്മൾ ഒരു മോബിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അവരെയും കയ്യിലെടുക്കാനുള്ള ആ ഗുണം ആ സിനിമയ്ക്ക് ഉണ്ടാവണം. അല്ലാതെ വേറൊരു പോകാൻ വഴിയില്ല. അല്ല അവരെ ഒഴിവാക്കിയിട്ട് നമുക്കിനി സിനിമ ചെയ്യാൻ പറ്റുമെന്നൊരു ധാരണയില്ല. കാര്യം അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അടുത്തതൊരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. പല സിനിമകളും റിലീസാവുന്ന സമയത്ത് ടൈറ്റിൽ കാർഡിൽ സോഷ്യൽ മീഡിയയിലെ പല ട്രോൾ പേജുകളുടെയും ലോഗോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും 1, 2 ആയിരിക്കില്ല, ഒട്ടനവധി ലോഗോസ് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ആഡ് ചെയ്യുന്നത്? അല്ല, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ടാണ് ഇപ്പോൾ ട്രോൾസിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ആട് എന്ന് പറയുന്ന സിനിമയുടെ മെമ്മേഴ്സ് അല്ലെങ്കിൽ ട്രോൾസ്, നമ്മളൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, സൊസൈറ്റിയിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത് ദാറ്റ്സ് ഓൾസോ എ മാർക്കറ്റിംഗ് ടൂൾ. അപ്പം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി വൈഡ്, അതായത് നമ്മൾ ചിന്തിക്കാവുന്നതിൻ്റെ മേലെയാണ് നമുക്കുള്ള ഓപ്ഷൻസ്. ഒരിപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു 37 or 40 കണ്ടന്റ് ഇറക്കുമ്പോഴാണ്
ആ സിനിമയെക്കുറിച്ച് അറിയുന്നതെന്ന് പറഞ്ഞാൽ ആ കണ്ടൻറ്റിൽ ട്രോൾസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന സമയത്ത് ആ സിനിമയുടെ സിറ്റുവേഷൻസ് വെച്ചിട്ട് അപ്പം നടക്കുന്ന ഇഷ്യൂസിനെ നമ്മളത് ആളുകൾ അത് ചെയ്യുന്ന ടീമുണ്ട്. അങ്ങനെ ഒരുപാട് ഇപ്പം പറയുകയാണെങ്കിൽ ഇറ്റ്സ് സോ വൈഡ് അല്ലേ. എന്താ അഭിലാഷ പറയുക, നമ്മൾ ചിന്തിക്കുക. അപ്പം ഓരോ ദിവസം നമ്മളൊരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇഷ്യൂസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഈ സിനിമയിൽ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സി, ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ആസ് എ മാർക്കറ്റിംഗ് ടൂൾ നൗ. എനിത്തിങ് വിച്ച് ക്രിയേറ്റ്സ് എ ബസ് ഈസ് എ മാർക്കറ്റിംഗ് ടൂൾ. ബി ഇറ്റ് ട്രോൾസ്, ബി ഇറ്റ് കോൺട്രവേഴ്സീസ്, അങ്ങനെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇപ്പം. അല്ല, അത് മെയിൻലി അത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യം ഇപ്പോൾ വിജയേട്ടൻ പറയണ ഏറ്റവും കറക്റ്റ്. അതായത് ഇതിപ്പോൾ എല്ലാ സിനിമയ്ക്കും ഇത് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സിനിമ ചെയ്യുമ്പം എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ല ഇതിനെ എങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പം ട്രോൾ പേജിലൊക്കെ ടാങ്ക്സ് പറയുമെന്ന് പറയുന്നില്ല. ഇപ്പം ആദ്യം വിജയേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പത്രങ്ങളിലെ പരസ്യങ്ങൾ ഇപ്പം കഴിവതും കുറഞ്ഞു. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു പുലിമുരുകൻ സിനിമയൊക്കെ ഇറങ്ങുമ്പം എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ ഒരു വലിയ പരസ്യമുണ്ട്. ഇപ്പോൾ ലക്ഷങ്ങൾ മുടക്കി കൊടുക്കുന്ന പരസ്യമാണ്. അതേ പൈസ ഇന്ന് ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു ഇരട്ടി ഇമ്പാക്റ്റിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ പത്രം വായിക്കുന്ന ജനറേഷൻ വളരെ കുറഞ്ഞേക്കാണ്. എല്ലാവരും മൊബൈൽ ഫോണിലാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ആ മൊബൈൽ ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പം തന്നെ വരുന്ന, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബുക്ക് മൈ ഷോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സിനിമയുടെ പരസ്യം ഫസ്റ്റ് വരണം എന്ന് പറഞ്ഞ് നമുക്ക് പൈസ മുടക്കേണ്ടി വരും. അതേപോലെ ട്രോൾ പേജുകൾ, അതേപോലെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, ഈ പറയുന്ന പോലെ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടായാൽ അത്രയും കൂടെ ജനങ്ങളിലേക്ക് എത്തും. ആട് 3യുടെ പ്രൊമോഷൻ ഡിസ്കസ് ചെയ്തപ്പം എൻ്റെ അടുത്ത് മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞു, ചേട്ടാ നമുക്ക് ടൈം സ്ക്വയറിൽ ഒരു ഹോർഡിങ് വെക്കണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞ ടൈം സ്ക്വയർ മാത്രമാക്കണ്ട, സ്റ്റാച്യു ഓഫ് ലിബർട്ടി പിടിച്ചുകൊണ്ടിരിക്കട്ടെ, ഐഫിൾ ടവറിൽ കത്തിക്കാം, ബുർജ് ഖലീഫ, ഇതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ടില്ലേ, ഇതെല്ലാം ഞാൻ പോസ്റ്റിൽ ചെയ്തു തരാം, നീ ഇഷ്ടമുള്ളപോലെ ചെയ്തോ. അങ്ങനെയാണ് നമുക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഐഫിൾ ടവറിലോ ബുർജ് ഖലീഫയിലോ താജ്മഹലിൽ ലൈറ്റ് കത്തിക്കണോ, ആട് ശരിയാക്കി തരാം. അപ്പോൾ സോ വാട്ട് എവർ വി ആർ ഡൂയിങ് ഇസ് ഫോർ ദ സോഷ്യൽ മീഡിയ നൗ. അല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് ഐ മീൻ ലൈക്ക് ഐ സെഡ് 60% ഓഫ് ദ മാർക്കറ്റിംഗ് ഇസ് റിവോൾവിംഗ് അറൗണ്ട് സോഷ്യൽ മീഡിയ നൗ. ഓക്കെ, ഇനി ഒരിക്കലും ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ 150ഓളം പേരുടെ കഷ്ടപ്പാടാണ്, എത്രയോ ദിവസത്തെ ആൾക്കാരുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിനിമ റിലീസായി, കഷ്ടപ്പാടല്ല ജോലിയാണ് കേട്ടോ. ഇത് കഷ്ടപ്പെടുന്ന ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യണം. അല്ല, നമ്മൾ ജോലി ചെയ്ത് കാശ് കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഹൈലി പെയ്ഡാണ്. നിങ്ങൾ വെളിയിൽ എവിടെ പോയി വർക്ക് ചെയ്യുന്നതിനേക്കാൾ കാശ് ഏത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ ഉണ്ട്. മോർ ദാൻ 60-70,000 ഒരു മാസം വർക്ക് ചെയ്താൽ ഏറ്റവും ചെറിയ ഡ്രൈവറിന് പോലും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അതെങ്ങനെയാ ഒരു കഷ്ടപ്പാടെന്ന് പറയുന്നത്? ജോലി, ഇത്രയും പേരുടെ അധ്വാനമാണ്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് സിനിമ റിലീസാവുന്നു. ചിലപ്പോൾ അത് പരാജയപ്പെട്ടു പോകുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ അഭിനയിച്ച നായികയുടെ പ്രശ്നം കൊണ്ടാണ് ഇത് പരാജയപ്പെട്ടു പോയത്, അല്ലെങ്കിൽ നായകൻ്റെ പ്രശ്നം കൊണ്ടാണ്, എഡിറ്റിംഗ് ശരിയായില്ല അതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്. അങ്ങനെ ചില വ്യക്തികൾക്ക് മാത്രം അതിൻ്റെ ഉത്തരവാദിത്തം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ശരിക്കും ഒരു സിനിമയുടെ പരാജയം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഡയറക്ടർ. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഇസ് ദ ഡയറക്ടർ ഫോർ ഷുവർ. പിന്നെ ഇപ്പം ഇത് പറഞ്ഞത് അത് റിവ്യൂസ് പറയുന്ന വ്യൂ അല്ലേ, അത് അവരുടെ വ്യൂ ആണ്. പക്ഷേ ലൈക്ക് വിപിൻ ഏർലിയർ സെഡ്, ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ, മുത്തുഗൗ എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തൊരു സിനിമയാണ്. വിപിൻ്റെ ഫസ്റ്റ് പടമാണ്, ഞാൻ ലോഞ്ച് ചെയ്തതാണ് വിപിൻ. അപ്പം അത് നമ്മൾ ഒരു സിനിമയും നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ വേണ്ടി ചെയ്യാറില്ല. ഏത് സിനിമ ചെയ്യുമ്പോഴും അത് നല്ല രീതിയിൽ എത്തണമെന്നും അതൊരു വൻ വിജയമാവണം എന്ന് വിചാരിച്ച് തന്നെയാണ് അതിലെ ഓരോ യൂണിറ്റ് മെമ്പറും ഡയറക്ടർ. പക്ഷേ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഇസ് ദ ഡയറക്ടർ. ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ റൈറ്ററുടെ അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ച ഒരു ആശയമാണ് മറ്റുള്ളവരെ നിർത്തി അത് ചെയ്യിക്കുന്നത്. പിന്നെ ആ ഡയറക്ടർ തീരുമാനിക്കുന്ന ഒരു ടീമുണ്ട്. ദാറ്റ്സ് ദ ടീം ഓഫ് DOPs, എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ. ഈവൻ ദാറ്റ് is a joint decision between the primary decision is with the director, then the production, and then he forms the team and delivers a product. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഈസ് ഓൾസോ എ പ്രോഡക്റ്റ്. അത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ സക്സസ് എന്ന് പറയുന്ന 4 P's ഓഫ് മാർക്കറ്റിംഗ്: പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൈസ് ആൻഡ് പ്രൊമോഷൻ ഡിറ്റർമിൻസ് എ സക്സസ് ഓഫ് എനി പ്രോഡക്റ്റ് എന്ന് പറയുന്ന പോലെ സിനിമയും ഒരു പ്രോഡക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇസ് ദ പ്രോഡക്റ്റ്. ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ്, അത് എടുത്തിരിക്കുന്ന രീതി, അത് നന്നാവണം. പിന്നെ പ്രൈസ്, ദ കോസ്റ്റ് അറ്റ് വിച്ച് ഇറ്റ് ഇസ് മെയ്ഡ്,
അതിനൊരു ആപ്റ്റ് കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് നമ്മളിപ്പോൾ ചിലപ്പോൾ പറയും സിനിമ സൂപ്പർ ഹിറ്റാണ്, പക്ഷേ പ്രൊഡ്യൂസറിന് ലോസ് എന്ന് പറയും. സോ ദർ ഇസ് എ പ്രൈസ് അറ്റ് വിച്ച് മലയാളം സിനിമ നീഡ്സ് ടു ബി മെയ്ഡ് ആൻഡ് പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. വെൻ ഐ വോണ്ട് റിലീസ് ഇറ്റ്, വേർ ഐ വോണ്ട് റിലീസ് ഇറ്റ്, ഹൗ ഐ വോണ്ട് റിലീസ് ഇറ്റ്. ഈ നാലും കറക്റ്റായി വരുമ്പോൾ ആണ് ഒരു പ്രോഡക്റ്റ്, അതെങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് സക്സസ് ആവുന്നത്. ഇപ്പം നമ്മളൊരു സിനിമ വളരെ ആശിച്ചാണ്, പല കാരണങ്ങൾ കൊണ്ട് സിനിമ പരാജയപ്പെടാം, പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പം ഹോൾ റെസ്പോൺസിബിലിറ്റി ഡയറക്ടറിൻ്റെ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഒരു സിനിമ നല്ലൊരു പ്രോഡക്റ്റ് ഒരു മോശം സമയത്ത് കൊണ്ട് റിലീസ് ചെയ്താൽ വർക്കാവാതെ വരും. അതായത് നല്ല ഒരു സിനിമ റിലീസ് ചെയ്തു, പെരുമഴ, വെള്ളപ്പൊക്കം, അത് പോയി. ഒരു സിനിമ ഒരു വട്ടമേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സമയദോഷം കൊണ്ട് അഭിലാഷ് പറഞ്ഞുള്ള കുറേ ചരട് കേട്ടോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു പറയുന്നത് ഒരു സിനിമ ഇത് കണ്ടന്റ് നന്നായത് കൊണ്ട് മാത്രമല്ല, അത് വിജയിക്കണമെങ്കിൽ വേറെ പല സാഹചര്യങ്ങൾ വരണം. അതായത് ഇപ്പം കൂടെ ഇറങ്ങിയ പടം തുടരും പോലൊരു പടത്തിൻ്റെ കൂടെ ഓക്കെ അതൊരു ആവറേജ് പടമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ചിലർ പോയി റിലീസ് ചെയ്ത പടങ്ങളുണ്ട്. അത് അത് മറ്റേ വന്നോ പോയോ എന്നൊന്നും പോലും ആർക്കും മനസ്സിലാവില്ല. അപ്പം അത് കാരണം അതിന് ശേഷം മഴ, നമ്മൾ ചിലപ്പം റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നു, മഴ നേരത്തെ വരുന്നു. മഴ നേരത്തെ വന്ന് നമുക്ക് പിന്നെ മാറ്റാൻ പറ്റത്തില്ല. ആൾക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിനിമ വാഷ് ഔട്ടായി പോകും. അപ്പം ആ കണ്ടന്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഡെഫിനറ്റ്ലി ഗോസ് ടു ദ ഡയറക്ടർ. ഹൗവർ ദർ ആർ ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ സക്സസ് ഓഫ് ദ ഫിലിം. അത് കുറേയൊക്കെ നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗം, കുറച്ചൊക്കെ ഭാഗ്യം, എല്ലാം കൂടെ ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത്. അതെ, ഡയറക്ടറും പ്രൊഡ്യൂസറും തന്നെയാണ് അതിൻ്റെ മെയിൻ എന്ന് തോന്നുന്നു. കാര്യം ഇവർ രണ്ടുപേരുടെയും രണ്ട് പാർട്ടാണ്. ഒരാൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ഒരാൾ കറക്റ്റായിട്ട് അത് സെല്ല് ചെയ്യുകയും ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ വിജയം ഇരിക്കുന്നത്. പിന്നെ സിനിമ എപ്പോഴും നമ്മൾ തിയേറ്ററിൽ കാണാൻ വേണ്ടി മാത്രം സിനിമ എടുക്കുന്നൊരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പം അത് ഇപ്പോഴല്ല, എപ്പോഴും ഏത് കാലഘട്ടത്തിലും. അപ്പം അതുകൊണ്ടെങ്കിൽ നമ്മളിപ്പം ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും പോപ്പുലർ എന്ന് പറയുന്ന എലിപ്പത്ത എന്നുള്ള സിനിമ തിയേറ്ററിൽ ഓടിയിട്ടുണ്ടാവില്ല, പക്ഷെ അതിപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ആ സിനിമയുടെ സക്സസ് നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യും? അതിൻ്റെ ബിസിനസ്സാണ് സക്സസ് എങ്കിൽ ഈ പറഞ്ഞ ഫോർമാറ്റ് തിയേറ്ററിൽ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ OTT കളക്ട് ചെയ്യുക, കാശ് തിരിച്ചെത്തുക എന്നുള്ളത് സക്സസ് ഉണ്ട്. പക്ഷേ സിനിമയെ സംബന്ധിച്ചൊരു ഈ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, അത് കുറച്ചുകൂടി ആർട്ട് ഫെയിം പരിപാടിയായതുകൊണ്ട് ഹോം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ അത് OTTയിൽ ഇറങ്ങുന്നു, വലിയ സക്സസ് ആവുന്നു, നാഷണലി അത് ഡിസ്കസ് ചെയ്യപ്പെടുന്നു. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. പക്ഷെ ഞാൻ പറയുന്നു ആ സിനിമ തിയേറ്ററിൽ ഇറക്കിയിരുന്നെങ്കിൽ ഓടില്ല. അതെ, ഉറപ്പായിട്ടും. കാരണം അത് കാണാൻ ആൾ വരില്ല. അത് ഒരാഴ്ച കഴിഞ്ഞ് കുറച്ച് പേര് റിവ്യൂ വരുമ്പോഴത്തേക്ക് അത് തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയും. അത് വേറൊരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ സൂ ഫ്രം സൂ എന്നുള്ള മൂവി അത് മലയാളത്തിലാണ് ചെയ്തത്, പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്നത്, ചിലപ്പോൾ അത് ഓടില്ല. അതൊരു കർണാടകയിൽ നിന്നുള്ള പടം, അണ്ടർഡോഗ് പടം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ എന്തോ ഒരു സംഭവം പോലെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇത് ഇവിടെ വന്നപ്പോഴാണ് ഓടിയത്. ഇവിടെ അതേപോലത്തെ ഇഷ്ടം പോലെ പടങ്ങളാണ്, ഒന്നും ഓടുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പോലെ ഇരിക്കും, അതെങ്ങനെ ആൾക്ക് ഇഷ്ടപ്പെടുത്താം, ആളുകളെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു മേജർ എക്സാമ്പിളാണ് ആ സിനിമ. നമ്മൾ ഫോർത്ത് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഫോർത്ത് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയാണ് മലയാളം. ഇപ്പോൾ ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ കന്നഡയും ഗ്രോ ചെയ്ത് ഫിഫ്ത്ത് ലാർജസ്റ്റ്, ഒരു വളരെ സ്മോൾ മാർക്കറ്റാണ്. നമുക്ക് ഇൻ്റർനാഷണലി കുറച്ച് ഇതുണ്ടെങ്കിൽ പറയുമ്പോൾ എന്നാലും 200 സിനിമകളാണ് ഒരു വർഷം ഇവിടെ ഇറങ്ങുന്നത്. 200 സിനിമകൾ ഇറങ്ങാനുള്ള ഒരു മാർക്കറ്റ് നമുക്കില്ല. ഒരാഴ്ച നിങ്ങൾ കേൾക്കുന്ന പടങ്ങളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓടുന്ന പടങ്ങൾ മാത്രം ഒരു വർഷം പേരെടുത്ത് പറയാൻ പറഞ്ഞാൽ 15 or 20 പടങ്ങൾ മാത്രമേ ഇവിടെ ഇരിക്കുന്ന ഒരു ആൾക്ക് പറയാൻ പറ്റുള്ളൂ. ഒരാഴ്ച 4 or 5 പടങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. എത്രയോ പടങ്ങൾ ആരും അറിയാതെ വാഷ് ഔട്ടായി പോകുന്നു എന്ന് അവൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ലോസ് ഒരു ആഴ്ചയും ഇൻഡസ്ട്രിക്ക് സംഭവിക്കുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടേത്, അല്ലേ? അല്ല, അത് ഒരു ഫാക്ടർ പറഞ്ഞാൽ കറക്റ്റാണ്. അതായത് തിയേറ്റേഴ്സിൽ ഇപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച പടം ഇറങ്ങുന്നത്, അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയാം. ഇപ്പം 2 ദിവസം മുന്നേ ഒരു പടം റിലീസായിരുന്നു, തലവര എന്ന് പറഞ്ഞൊരു സിനിമ. എനിക്ക് വളരെ നല്ല അഭിപ്രായം കേൾക്കുന്ന സിനിമയാണ്. നല്ലൊരു കണ്ടൻറ്റാണ്, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ അടുത്ത ആഴ്ച, അതായത് 28-ാം തീയതി ഓണം സിനിമകളുടെ റിലീസാണ്. ലാലേട്ടൻ പടം വരുന്നുണ്ട്, ഫഹദ് ഫാസിൽ പടം വരുന്നുണ്ട്, വേറെ 3 പടങ്ങൾ റിലീസുണ്ടെന്ന് തോന്നുന്നു, 3-4 പടങ്ങൾ. ഇത് വരുമ്പം ഓട്ടോമാറ്റിക്കലി തിയേറ്ററുകാർ ഈ തലവര എന്നുള്ള സിനിമയുടെ ഷോസ് പറയും. പക്ഷെ അതൊരു നല്ല സിനിമയായിട്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു ഓഡിയൻസ് അടുത്ത ആഴ്ച മുതലായിരിക്കും വന്നു തുടങ്ങുന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് തിയേറ്ററിൽ വലിയ സിനിമകളുടെ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ സിനിമകളുടെ ഇത് വരുമ്പം ഓട്ടോമാറ്റിക്കലി ഇത് കുറയും. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും ഈ നമുക്ക് ചില സിനിമകൾ നല്ല സിനിമകളെന്ന് പറഞ്ഞ്
അല്ലെങ്കിൽ ഓഡിയൻസ് കാണാനായിട്ട് ഒന്ന് തിയേറ്ററിൽ പോയി കാണാമെന്ന് വിചാരിക്കുന്ന സമയത്തേക്ക് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മാറും. അപ്പോൾ അതൊരിക്കലും ഒരു പരാജയത്ര ആവണമെന്നില്ല. പിന്നെ വിജയേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്. അതായത് വിജയേട്ടൻ പറഞ്ഞത്, അതായത് ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നൊരു ബഡ്ജറ്റുണ്ട്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് അല്ലെ അവരുടെ ഒരു സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റ് വേണമെന്നൊരു ഡിമാൻഡ്. ആ ബഡ്ജറ്റിൻ്റെ മുകളിലേക്ക് പോവുകയും ആ സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ വലിയ വിജയമാണെന്ന് ആളുകൾ പടം കാണും, പക്ഷേ അതൊരു പ്രൊഡ്യൂസർക്ക് ലോസ് ആവാം. അങ്ങനെയുള്ള സിനിമകളെ പരാജയത്രം എന്നാണോ വിജയത്രം എന്നാണോ വിളിക്കുന്നതെന്നും അറിയാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ പരാജയം കണ്ടൻറ് വൈസ് ആണെങ്കിൽ ഞാൻ പറയുന്നു, ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതൊരു ഡയറക്ടറുടെ അടുത്ത് സംസാരിച്ച് അതൊരു സിനിമയാക്കി മാറ്റി അത് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം സംവിധായകനും അത് ക്രിയേറ്റ് ചെയ്ത റൈറ്റർക്കും തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നല്ലൊരു കണ്ടൻറ്റ് പോലും പലപ്പോഴും തിയേറ്ററിൽ സക്സസ് ആവാതെ പോകാറുണ്ട്. അതിൻ്റെ ബേസിക് റീസൺ അത് ഇറക്കിയ സമയം, അല്ലെങ്കിൽ നമ്മൾ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച് ഇരിക്കുന്ന സിനിമ ഇറങ്ങാൻ ഒരാഴ്ച ഉള്ളപ്പോഴായിരിക്കും എവിടുന്നെങ്കിലും ഒരു ന്യൂനമർദ്ദം വരികയും എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും തിയേറ്ററിലേക്ക് ആൾ വരില്ല, അല്ലെങ്കിൽ മഴ പെയ്യും. ആൾ വരാതാവുന്നൊരവസ്ഥയിൽ ആ സിനിമയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച ചിലപ്പോൾ അതൊരു നല്ല സിനിമയാവാം, പക്ഷേ വെള്ളം മുങ്ങിക്കിടക്കുമ്പോൾ തിയേറ്ററിൽ വരണമെന്ന് വാശി പിടിക്കാൻ നമുക്കും പറ്റില്ല. പക്ഷേ ആ സിനിമ ഇറക്കാൻ ചിലപ്പോൾ സിനിമ മാറ്റി വെക്കാം, റിലീസ് മാറ്റി വെക്കാം. അങ്ങനെ റിലീസ് മാറ്റുമ്പോൾ വീണ്ടും അടുത്ത ആഴ്ച ഒരു 5 പടങ്ങളിലൂടെയാണ് നമ്മൾ വീണ്ടും കൊണ്ട് ഇറക്കേണ്ടത്. അപ്പോൾ സിനിമ ഓട്ടോമാറ്റിക്കലി ഉദ്ദേശിച്ച ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കാതെ പോകും. അങ്ങനെയാണ് ആ സിനിമ പലപ്പോഴും പരാജയമാകുന്നത്. മഴ വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ കാണാൻ ഒരു പോസ്റ്റർ ഇട്ടാൽ അതിൻ്റെ അടിയിൽ ഇവിടെ വെള്ളം പൊങ്ങി കിടക്കുമ്പോഴാണോ നിന്റെ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് തെറിയും കിട്ടും. അല്ല, തിയേറ്ററിൽ 4 സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പം 4 സിനിമയിൽ ഏതാണ് നല്ല സിനിമ, ഏതാണ് മോശം സിനിമ എന്ന് പ്രേക്ഷകർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? പണ്ടെങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു, പണ്ടെങ്ങനെ ഐഡന്റിഫൈ ചെയ്തോണ്ടിരുന്നത്? വേർഡ് ഓഫ് മൗത്ത്. ഞാൻ പറയണേ, അത്രേ ഉള്ളൂ, സിമ്പിൾ. വേർഡ് ഓഫ് മൗത്ത് അതാണ് സിനിമയുടെ മെയിൻ ആയിട്ട് എനിക്ക് മാർക്കറ്റിംഗ്. ഐ മീൻ അത് ദാറ്റ് സൂപ്പർ സീഡ്സ് എവറി അതർ മാർക്കറ്റിംഗ് എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ റിവ്യൂസ് ഒന്നും നോക്കാറില്ല. വി ആർ ഫെഡ് അപ്പ് ഓഫ് ഇറ്റ്. നമ്മളൊരു സിനിമ മാർക്കറ്റ് അതിങ്ങനെ അതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഗെയിം എന്ന് പറഞ്ഞിട്ട് അവർ പറയട്ടെ, അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒന്നും ഒരു പ്രസക്തിയില്ല എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ കമൻസ് നോക്കാറില്ല. നമ്മൾ സോഷ്യൽ മീഡിയനെ ഇപ്പം അതിൻ്റെ ഒരു രീതിയിൽ ഉപയോഗിച്ച് പോവുക എന്നല്ലാതെ പേഴ്സണലി നോക്കാറില്ല, പ്രൊഫഷണലി നോക്കാറില്ല. അതൊരു പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എ ലൈഫായി മാറി. നമ്മളൊരു പോസ്റ്റ് ഇട്ടു കഴിഞ്ഞു, അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ നോക്കുമല്ലോ, ഒന്നും നമ്മളതിനെ ബോദർ ചെയ്യാറേ ഇല്ല അല്ലേ? ഐ ഡോണ്ട് ബോദർ. ഡു യു? അത് എൻജോയ് ചെയ്യുക. അല്ല, പിന്നെ ഇപ്പോൾ ഒരു സിനിമ ഇപ്പം 4 പടം പറഞ്ഞാൽ ഏത് പടം നല്ലതെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇത് ഞാൻ പറയാം. ഇപ്പം സത്യനന്ദിക്കാർ സാർ കുറേ നാളിന് ശേഷം ലാലേട്ടനൊത്തൊരു പടം ചെയ്യുന്നു. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മ സോഷ്യൽ മീഡിയ ഉപയോഗിക്കത്തില്ല. എൻ്റെ അമ്മ ഇപ്പോഴേ പറഞ്ഞിട്ട് ആ പടം എനിക്ക് കാണാൻ പോകണമെന്ന്. അപ്പോൾ ആ സിനിമ ഓണത്തിന് കാണാൻ തീരുമാനിച്ചേക്കുന്ന ഒരു ഓഡിയൻസ് ആണ്. അവർ അതിനാദ്യം പോകും. അത് നല്ലതോ ചീത്തയോ എന്ന് പിന്നെ നമുക്കറിയില്ല. പക്ഷേ അല്ല, അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഈ 4 സിനിമകളിൽ ഇപ്പം പല പല എക്സ്പെക്റ്റേഷനിലും പല പല ഇനിഷ്യലും ഉണ്ടാവും. ആദ്യം ഏത് കാണുമ്പോൾ തിരഞ്ഞെടുപ്പുകളും ഉണ്ടാവും, ഈ പറഞ്ഞ റിവ്യൂവേഴ്സ് ഉണ്ടാവും, പറഞ്ഞ പല പല നമ്മുടെ PR വർക്ക്സ് ഉണ്ടാവും, നെഗറ്റീവ് പബ്ലിസിറ്റി, പോസിറ്റീവ് പബ്ലിസിറ്റി എല്ലാം ഉണ്ടാവും. പക്ഷെ അത് ആ മൺഡേ കഴിഞ്ഞിട്ട് സർവൈവ് ചെയ്യുന്ന ഏത് പടം എന്ന് വെച്ചാൽ അത് കണ്ടന്റ് വൈസ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്ത സിനിമ തന്നെ ആയിരിക്കും. അപ്പം പക്ഷെ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് ഡിലേ ആവും. ഈ മൺഡേ എന്നുള്ള ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ടൊക്കെ പുഷ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പം ഈ ആളുകൾക്ക് ടൂ മച്ച് ഓഫ് പ്രോഡക്ട്സ് വരുന്നുണ്ട്. അതായത് ഒരാഴ്ച തന്നെ 4 പടം വെച്ചിട്ട് 10-200 പടം ഒരു വർഷം വരുമ്പോൾ ആളുകൾക്ക് ഈ കൺഫ്യൂഷൻ മാത്രമല്ല, ആൾക്കൊരു സാച്ചുറേഷൻ പോയിന്റ് കൂടെ വരുന്നുണ്ട്. ഏത് പോയി കണ്ടാലും ഇപ്പം ഒരു മോശം പടം ഒരു പ്രാവശ്യം പോയി കണ്ടാൽ പിന്നെ അതുപോലത്തെ ഒരു പടം പോയി ഒരു ചെറിയ പടം, ഒരു എക്സ്പെരിമെൻ്റൽ പടം തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് വർക്കായില്ലെങ്കിൽ പിന്നെ ഒരു 4 എക്സ്പെരിമെൻ്റൽ പടത്തിലോട്ട് പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പം ആളുകളുടെ മനസ്സിൽ സിനിമ എപ്പോഴും എന്താ പറയുക, എല്ലാ സിനിമയും കാണണമെന്നില്ല. അവർക്ക് കാണേണ്ട സിനിമകൾ കൃത്യമായിട്ട് അവർ ചൂസ് ചെയ്ത് കാണുകയും ചെയ്യും. അപ്പോൾ ഈ ടൂ മച്ച് സിനിമകൾ വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സിനിമകൾ കണ്ടന്റ് ഒരുപാട് കൂടി, ആളുകൾ എല്ലാ ടൈപ്പ് സിനിമ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഹൊററും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മൂവീസോ ഇല്ല ആക്ഷൻ മൂവീസോ എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പം അവരെ ഞെട്ടിക്കുക, അവരെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു പ്ലാനിലോട്ട് നമ്മൾ എത്തിയില്ലെങ്കിൽ ഈ കണ്ടന്റിൻ്റെ ഇടയിൽ നമ്മൾ മുങ്ങിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് കോവിഡ് സമയം തൊട്ട് ഈ എല്ലാ സിനിമകളും എല്ലാവരും കണ്ടു തുടങ്ങി. അതിനിപ്പോൾ ഭാഷ ഒന്നൊരു പ്രശ്നമില്ലാത്ത അവസ്ഥയാണ്. പണ്ടൊക്കെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ റെഫറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആളുകൾ നല്ലതും ചീത്തയും തിരിച്ചറിയാനും തുടങ്ങി തോന്നുന്നു. അതും എൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. 1-2 പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം അഭിലാഷിനോടാണ്. കടാവർ എന്ന സിനിമ തമിഴിൽ പോയി ചെയ്യാനായിട്ടുള്ളൊരു കാരണം എന്താണ്? വളരെ ഒരു സൂപ്പർ സബ്ജക്റ്റ് ആയിരുന്നു അത്.
മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സബ്ജക്റ്റ്. ഇല്ല, ഞാൻ ആ സബ്ജക്റ്റ് മലയാളത്തിൽ പ്ലാൻ ചെയ്ത് മമ്മൂക്കയെ വെച്ചിട്ടായിരുന്നു. മമ്മൂക്കയെ വെച്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് ഏകദേശം മമ്മൂക്കയിലേക്ക് എത്തിയതാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളും പ്രോബ്ലമായി. പിന്നെ അന്ന് ഞാനും സിനിമ ചെയ്തിട്ടില്ല. അതിൻ്റെ സംവിധായകനായിട്ട് ഞാൻ അന്ന് അനൂപ് എന്ന് പറയുന്ന പുതിയ സംവിധായകനാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പ്രൂവ് ചെയ്യാത്ത സംവിധായകരാണ്. ആ സമയത്ത് കുറേ സ്ട്രഗിൾ ചെയ്തു, കുറേ ആളുകളിലേക്ക് പോയി. സമയത്തൊക്കെ ഇങ്ങനെ ഡിലേ ആയി പോകുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഫീമെയിൽ വേർഷനും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് രാക്ഷസൻ എന്നൊരു സിനിമ തമിഴിലൊരു വലിയ വിജയമാവുന്നതും ത്രില്ലർ സിനിമകൾക്ക് തമിഴിലൊരു വലിയ ഒരു ഓപ്പൺ സ്പേസ് കിട്ടിയപ്പം എനിക്ക് അമലയിലേക്ക് കഥ പറയാൻ ഒരു അവസരം കിട്ടുകയും ആ കഥ കേട്ട് കഴിയുമ്പോൾ തന്നെ അമല അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പം എങ്ങനെയെങ്കിലും ആ സമയത്ത് നമുക്ക് ഇൻഡസ്ട്രിയിൽ സിനിമ ചെയ്യണം, അവിടെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് ഓക്കെ ഈ സബ്ജക്റ്റ് വർക്കാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ കഷ്ടകാലം നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളാണ് ഞാൻ. കടാവർ സിനിമ ഷൂട്ട് ചെയ്തത് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് കോവിഡ് വന്ന് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പം ആദ്യ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹം തന്നെ ഇല്ലാതെ പോയി. പിന്നീട് ആ സിനിമ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രെയിറ്റ് റിലീസ് ചെയ്യുന്നത്. അവിടെ നല്ല അഭിപ്രായം കിട്ടി. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം കോവിഡ് സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തത്. എൻ്റെ മലയാളത്തിലെ 2 സിനിമകൾ ഒരേ സമയം ഷൂട്ടിംഗ് നടന്ന കോവിഡ് സമയത്താണ്, നൈറ്റ് ഡ്രൈവും 10-ാം വളവും. അതിനുശേഷം കോവിഡിന് ശേഷമാണ് മാളികപ്പുറം ചെയ്യുന്നത്. അപ്പം എൻ്റെ പേഴ്സണൽ ഏറ്റവും വലിയ വിഷമങ്ങളിലൊന്നാണ് കടാവർ സിനിമ മലയാളത്തിൽ ചെയ്യാൻ പറ്റാതെ പോയതും കടാവർ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയതും. പക്ഷേ ഇപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അപ്പം അത് അൺഒഫീഷ്യലി അൺഒഫീഷ്യലി ഇവിടെ പറയാം, ഒരു ദിവസം ഞാൻ വെറുതെ വിജയേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു മാസം മുന്നേ പോയി ഞങ്ങൾ എൻ്റെ എല്ലാ കഥകളും കേൾക്കുന്ന ആളാണ്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ ഒരു കണ്ടൻറ്റ് പറഞ്ഞു, അതായത് കടാവറുമായി ബന്ധപ്പെട്ട പോലത്തെ ഒരു കണ്ടൻറ്റ് വരുമ്പം ചാടി എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ ചെയ്യാൻ പറ്റാത്ത ചോദിച്ചാൽ, ചേട്ടാ ഇത് കടാവർ 2 ആയിട്ട് പറഞ്ഞു. ഇത് നമുക്ക് ഫ്രഷായിട്ട് ചെയ്തുകൂടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്ന് ആവശ്യമില്ലാത്തൊരു മോട്ടിവേഷൻ എന്നാണ് ഞാനതിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ദൈവം അനുഗ്രഹിച്ച മലയാളത്തിൽ ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ ഞാനൊരു പടം അതുപോലൊരു പടം ഞാൻ ചെയ്തിരിക്കും. വിജയ് ബാബു, ഷാജി പാപ്പനും കൂട്ടരും വീണ്ടും വരികയാണ്. എന്താണ് പുതുതായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വലിയ സിനിമയായിരിക്കും. ഐ മീൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ഫൺ ആൻഡ് ഫാൻറ്റസി. ആട് 3 എന്തായാലും വിൽ മീറ്റ് ഓൾ ദി എക്സ്പെക്റ്റേഷൻസ്. കാരണം ആട് 3 എന്ന് പറഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് അല്ലെങ്കിൽ 6-7 വർഷമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്യുന്ന ചോദ്യമാണ്. അതായത് ഇപ്പോൾ എയർപോർട്ടിൽ പോയാൽ ഇമിഗ്രേഷൻ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് പുള്ളി ചോദിക്കും ആട് 3 എന്നാണ് വരുന്നതെന്ന്. ഒരു ഹോട്ടലിൽ പോയി ബിരിയാണി ഓർഡർ ചെയ്താൽ വെയിറ്റർ കൊണ്ടുവന്നിട്ട് ആട് 3 എന്നാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടേ അത് അവിടെ വെക്കത്തുള്ളൂ. അത് എവിടെ പോയാലും, പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയാലും ആട് 3 എന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ, അതായത് കട്ടപ്പ എന്തിനാ ബാഹുബലിയെ കൊന്നത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് അത്രയും തന്നെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ആട് 3 എന്നാണെന്നുണ്ട്. ഫൈനലി ദ ഡ്രീം ഇസ് കമ്മിങ് ട്രൂ. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഏറ്റവും വലിയ സിനിമയായിരിക്കും, ഫൺ ആൻഡ് ഫാൻറ്റസി. വൺ തിങ് ഐ ക്യാൻ വൗച്ച് ആൻഡ് സേ ഇസ് ദാറ്റ് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുമല്ല ആട് 3. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ബട്ട് ഇറ്റ് വിൽ ബി ആൻ എൻ്റർടൈനിങ് കണ്ടൻറ്റ്. ഇവിടെ ഇരിക്കുന്ന 2 പേരും കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബട്ട് ഐ എം എൻജോയിങ് ദ പ്രോസസ്, ഐ എം ലവിങ് ഇറ്റ്. ഞാൻ ആക്ട് ചെയ്യുന്നുണ്ട്, ഐ എം എൻജോയിങ് ദ പ്രോസസ്. ആൻഡ് മാർച്ച് 20, 2020 ഇതുവരെ അനൗൺസ് ചെയ്തില്ല കേട്ടോ, ഇപ്പോൾ പറയുന്നു. മാർച്ച് 20, 2026 ഈ സിനിമ തിയേറ്ററിലെത്തും. ഇതിൽ ഒരു 10 മിനിറ്റ് മുമ്പേ, ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പേ വിജയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ചെറിയ സാധനം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോണിൽ എനിക്ക് കാണിച്ചു തന്നു. കാണിച്ചത് ചെറിയ സാധനം എന്ന് പുള്ളി പറഞ്ഞെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു തിയേറ്ററിൽ ഇളക്കാൻ പോകുന്നൊരു പരിപാടിയാണ് എനിക്ക് കാണിച്ചു തന്നത്. ഒരു സോങ്ങാണ് കാണിച്ചു തന്നെ. അത് ഞാൻ ചോദിച്ചു ചേട്ടാ മലയാളത്തിൽ ഇതൊന്നും അധികം കാണാറില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞു ഇത് ഇത്രയല്ല, ഇതിൻ്റെ ബാക്കി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉറപ്പിച്ച് ഞാൻ പറയാം, ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആട് 3. ഫസ്റ്റ് ഷോ കാണാൻ തിയേറ്ററിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ആട് 3. എനിക്ക് ഉറപ്പുണ്ട് മിഥുൻ ഞെട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എല്ലാവരും അല്ലേ, ഫ്രാഞ്ചൈസിയായിട്ട് മൊത്തം ഐറ്റംസും വന്ന് ഇറങ്ങുന്നുണ്ട്. ഈ ആടിൻ്റെ ഫസ്റ്റും സെക്കൻഡിലും ഞാൻ പാർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പല സമയങ്ങളിലും നമ്മൾ ട്രാവൽ ചെയ്തു. 3 ഞാൻ ഒന്നും അറിയില്ല, ഇന്നാണ് ഞാനത് കാണുന്നത്. അപ്പം വിജയേട്ടൻ ഒരു സിനിമ ക്യൂറേറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഈ സിനിമ ചെയ്യണോ വേണ്ടയോ, ഇതെങ്ങനെ റീച്ച് ചെയ്യാന്നൊക്കെ പറയുന്നൊരു, ഈ പറഞ്ഞ മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഇത്രയും വലിയൊരു റിസ്ക് എടുത്ത് ഇത്രയും വലിയൊരു ബഡ്ജറ്റ് സിനിമയോ എക്സൈറ്റഡ് ആണ് കാണാൻ. അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ വിപിൻ ദാസിനോടാണ്. നമ്മളെല്ലാവരും ആട് 3 പോലെ തന്നെ വെയിറ്റ് ചെയ്യുന്ന മറ്റൊരു സിനിമയാണ് വാഴ 2. അപ്പോൾ വാഴ 2-ൽ എന്തൊക്കെയാണ്?
വാഴ 2 അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല. വാഴ 2 ചെയ്യാനുള്ള മെയിൻ കാരണം അതിൽ കുറേ പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആക്ടേഴ്സ് മാത്രമല്ല, ടെക്നീഷ്യൻസും. നമ്മൾ വാഴയിലും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ എൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ആൾക്കാർ, ക്യാമറ ചെയ്ത ആൾക്കാർ. ഇപ്പോൾ വാഴ 1ൻ്റെ ക്യാമറമാൻ ഇവിടെ ഇരിപ്പുണ്ട്, അരവിന്ദ് പുതുശ്ശേരി എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അടുത്ത സിനിമയുടെ ക്യാമറമാനാണ്. അപ്പോൾ വാഴ 2 ചെയ്യുന്നത് പുള്ളിയുടെ അസോസിയേറ്റാണ്. അപ്പം നമ്മുടെ ഗ്രൂപ്പിലെ ഓരോ സ്റ്റെപ്പിലും നിൽക്കുന്ന ആൾക്കാരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നൊരു അങ്ങനൊരു പ്രോജക്റ്റ്, ഒരു എന്താ പറയുക, ഒരു ഹാപ്പനിങ് പ്രോജക്റ്റാണ് നമ്മുടെ വാഴ. അപ്പം അത് ചിലപ്പോൾ നീണ്ടുപോയേനെ, പക്ഷേ ഈ വെക്കേഷനൊക്കെ ഇതിൻ്റെ അടുത്ത വെക്കേഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഷൂട്ട് തുടങ്ങി വെച്ചു. അപ്പം ഷൂട്ട് ഒരു പകുതിയിലാണ്, ബാക്കി കൂടി ഇനി ഷൂട്ട് ചെയ്തിട്ട് മിക്കവാറും ആട് 3യുടെ കൂടെ തന്നെ ആയിരിക്കും വരുന്നത് ആ സമയത്ത്. അല്ല, ഒരുമിച്ചല്ല, ഒരുമിച്ചിറങ്ങില്ല, അതിന് തൊട്ട് മുന്നേ ശേഷം ഇറങ്ങും. ഒരുമിച്ചൊരു മത്സരത്തിനില്ല രണ്ടുപേരും. അത് രണ്ടുപേർക്ക് ഈ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, രണ്ടുപേർക്ക് നഷ്ടം മാത്രമേ വരുള്ളൂ. ഇല്ല, ചെറിയ ചെറിയ പടം എന്നൊക്കെ പറയുന്നത് ഇതിപ്പോൾ പറഞ്ഞു നന്നായി, ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഡബ്ബിയില്ല. അല്ല വിജയേട്ടാ, ചെറിയ പടം എന്നൊക്കെ പറഞ്ഞിട്ട് 120 ദിവസം ഷൂട്ടും. ഇനി ഏതൊക്കെ രാജ്യമാണ്? വിയറ്റ്നാം അല്ലേ? പുറത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അല്ല, അത് ആ സിനിമ അങ്ങനെ ഡിമാൻഡ്, ഈ സിനിമയുടെ ഈ രാജ്യങ്ങൾ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല. അത് ഈ ഇവിടുന്ന് പഠിക്കാനൊക്കെ പുറത്തു പോകുന്ന പിള്ളേരുടെ ഓരോ അനുഭവങ്ങളൊക്കെയാണ് ആ സിനിമയിൽ കുറച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് UK, ദുബായ് കുറച്ച് ഷൂട്ടാണ്, അത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ഈ ചർച്ച രസകരമാക്കിയിട്ടുള്ള നിങ്ങൾ 3 പേർക്കും നന്ദി. ഒപ്പം തന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.